ഇനിയാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലോട്ട് പോകേണ്ടത്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ഓക്കെ, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചു എന്താ പറയാ, ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ കുട്ടികൾ എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഈ ചാപ്റ്ററിൽ കുട്ടികൾ ഇനി എങ്ങനെ ഉണ്ടാക്കണ്ട എന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. അത് എൻഡിൽ ഇനി കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോൺട്രസെപ്റ്റീവ്, അതായത് ഗർഭനിരോധന മാർഗങ്ങളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഗർഭനിരോധന മാർഗത്തിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. നമുക്കറിയാം, കോണ്ടം യൂസ് ചെയ്യുന്നവരുണ്ട്, കോപ്പർറ്റി യൂസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സുകളുണ്ട്. അപ്പോ ഈ പറയുന്ന ആളുകളോട് വെറുതെ വന്നിട്ട് നിങ്ങൾ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ കേൾക്കില്ല. അപ്പോ അവർക്ക് കൊടുക്കുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകൾ അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ, ആളുകൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോ ഈ ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവിന് എന്തുണ്ടാകണം, ഇറ്റ് ഷുഡ് ഹാവ് സം എന്തുണ്ടായിരിക്കണം, ക്രൈറ്റീരിയാസ്, കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അത് ഈസിലി പെട്ടെന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒന്നായിരിക്കണം, അല്ലെ? അല്ലാതെ ഇത് ഓർഡർ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പിന്നെ ഈ പണിക്ക് നിൽക്കുമോ? ഇല്ല. അപ്പോ ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഇത് എഫക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ പൈസക്ക് കൊടുത്ത് മേടിച്ചു, ഇത് വർക്കാവുന്നില്ല, സാധനം ഫെയിൽ ആക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? റിവൈസിബിൾ ആകണം. റിവൈസിബിൾ മീൻസ് ഇവിടെ ഈ പറയുന്ന മോസ്റ്റ് ഓഫ് ദ കോൺട്രസെപ്റ്റീവ്സിന്റെ കേസിലും തൽക്കാലം ഇപ്പൊ കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഈ പറയുന്ന കോൺട്രസെപ്റ്റീവ്സുകൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇനി ജീവിതത്തിൽ കുട്ടികളെ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഇത് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് വേറെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇത് റിവേഴ്സിബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഒരാൾക്ക് ഇത് യൂസ് ചെയ്താലും പിന്നെയും ഭാവിയിൽ കുട്ടികൾ വേണമെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റണം. ഓക്കെ, ഇനി ഇത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഇത് യൂസ് ചെയ്യാൻ വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഭർത്താവിന്റെ സഹായം വേണ്ടി വരും എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് യൂസ് ചെയ്യോ? ഇല്ല. അടുത്തത്, ഡസ് നോട്ട് ഇന്റർഫിയർ വിത്ത് സെക്ഷൽ ഡ്രൈവ് ഓർ ഡിസയർ ഓർ ആക്ട്. ഒരാളുടെ ഈ സെക്ഷൽ ആക്ട് അല്ലെങ്കിൽ സെക്സിലുള്ള താല്പര്യം അല്ലെങ്കിൽ അതിലുള്ള ഒരു സുഖം അത് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ ഇത് യൂസ് ചെയ്യുമ്പോൾ. That should not happen. അതും സംഭവിക്കാൻ പാടില്ല. അനദർ വൺ ഈസ് കോൺട്രസെപ്റ്റീവ് ഒക്കെ കൊള്ളാം, വർക്കിംഗ് ആണ്, എല്ലാമാണ്. പക്ഷെ അത് യൂസ് ചെയ്താൽ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്നുണ്ടെങ്കിൽ ആളുകൾ യൂസ് ചെയ്യോ? ഇല്ല. അപ്പൊ അതിന് എന്തുണ്ടാകരുത്, സൈഡ് എഫക്ട്സ് ഉണ്ടാകരുത്. ഇനി ഉണ്ടാകുകയാണെങ്കിൽ തന്നെ വളരെ ലീസ്റ്റ് ആയിട്ടുള്ള, വളരെ മിനിമൽ ആയിട്ടുള്ള സൈഡ് എഫക്ട്സുകളെ ഉണ്ടാകാൻ പാടുകയുള്ളൂ കേട്ടോ. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കോൺട്രസെപ്റ്റീവ്സുകൾ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ കോൺട്രസെപ്റ്റീവ്സിൽ ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എന്താ പറയുക, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ദ നാച്ചുറൽ ഓർ ട്രഡീഷണൽ കോൺട്രസെപ്റ്റീവ്സ്. ഓക്കെ, നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഗർഭനിരോധന മാർഗം എങ്ങനെ നാച്ചുറലി ചെയ്യാം, ബാരിയേഴ്സുകൾ യൂസ് ചെയ്തിട്ട്, IUD യൂസ് ചെയ്ത്, ഓറൽ കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്ത്, ഇൻജെക്റ്റബിൾസുകൾ, ഇംപ്ലാന്റ്സുകൾ യൂസ് ചെയ്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ ഇതെല്ലാം ടെമ്പററി മെത്തേഡുകളാണ്. അതായത് തൽക്കാലത്തേക്ക് ഇനി ഒരു കപ്പിൾസിന് ഇപ്പൊ തൽക്കാലത്തേക്ക് കുട്ടികൾ വേണ്ട എന്നവർ ഡിസൈഡ് ചെയ്യുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് ദ സർജിക്കൽ മെത്തേഡ്. ഇനി ഒരു കപ്പിൾ തീരുമാനിക്കുകയാണ് നമ്മൾക്ക് ആവശ്യത്തിന് കുട്ടികളായി, ഇനി കുട്ടികൾ വേണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇനി വെറുതെ ഈ പറയുന്ന കോൺട്രസെപ്റ്റീവ്സിന്റെ പുറകെ പോകണ്ട, അവർക്ക് എന്ത് പറ്റും, സർജിക്കൽ മെത്തേഡ് ഉണ്ട്. വാസെക്ടമി, ട്യൂബെക്ടമി എന്ന് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് ഇവരെ ഓരോരുത്തരെയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോ ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നാച്ചുറൽ, ട്രഡീഷണൽ, ബാരിയർ, ഇൻട്രായൂട്രൈൻ ഡിവൈസ് IUD, ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, ഇൻജെക്റ്റബിൾസ്, ഇംപ്ലാന്റ്സ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്. ഓക്കെ, ഇതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. വാട്ട് ഈസ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്? പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ആബ്സെന്റ് ആകുക. എന്തിൽ നിന്നാണ് ആബ്സെന്റ് ആകുക? ക്ലാസ്സിൽ നിന്ന് ആബ്സെന്റ് ആകുന്ന കാര്യമാണോ? നമ്മളുടെ പീരിയഡ്സിലുള്ള, ഓക്കെ, അതായത് പീരിയഡ്സിൽ അത് മെൻസ്ട്രൽ സൈക്കിളിൽ ഏതൊക്കെയോ കുറച്ച് ദിവസം ആബ്സെന്റ് ആകുക. എന്തിൽ നിന്നാണ് ആബ്സെന്റ് ആകുന്നത്? സെക്സിൽ നിന്ന് ആബ്സെന്റ് ആകുക. ഓക്കെ, അപ്പൊ ഏതൊക്കെ ദിവസമാണ്? ഇത് ഡേ 10 to 17. ഓക്കെ, അതായത് നമ്മൾക്കറിയാം 14th ഡേയിൽ എന്ത് സംഭവിക്കും? ഓവുലേഷൻ സംഭവിക്കും. ഓക്കെ, ഇത് 14th ഡേ നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ഒരു ആവറേജ് വാല്യൂ ആണ്. ഇതൊരു പക്ഷെ 13-ലോ 12-ലോ അല്ലെങ്കിൽ 15-ലോ 16-ലോ ഒക്കെ നടക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഫെർട്ടൈൽ ഡേ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഈ ഓവുലേഷന് തൊട്ട് മുമ്പും ശേഷവുമുള്ള ദിവസങ്ങളെയാണ് നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത്
ഓവം ഫലോപ്പിയൻ ട്യൂബിൽ അല്ലെങ്കിൽ എഗ് ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാനും അതിലൂടെ പ്രഗ്നൻസിയിലോട്ട് ലീഡ് ചെയ്യാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ കുട്ടികൾ വേണം എന്നുള്ളവർക്ക് മാക്സിമം ട്രൈ ചെയ്യാവുന്നതും, ഇനി കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ അവർ വേറെ ഒരു കോൺട്രസെപ്റ്റീവും യൂസ് ചെയ്യാൻ ഉദ്ദേശവുമില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഈ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫെർട്ടൈൽ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് കോയിറ്റസ്, സെക്സ് അവോയ്ഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെർട്ടൈൽ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് കോയിറ്റസ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ഇനി അടുത്തത് കോയിറ്റസ് ഇന്ററപ്റ്റസ്. കോയിറ്റസ് അങ്ങ് ഇന്ററപ്റ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, മീൻസ് അത് തടസ്സമാക്കുന്നു. ഓക്കെ, കോയിറ്റസ് സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനിടയിൽ എന്ത് ചെയ്യുന്നു, നമ്മളത് തടസ്സപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ, ഓക്കെ, അതായത് മെയിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പെനിസ് സ്പേമിനെ അല്ലെങ്കിൽ സെമനെ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഓക്കെ എന്ത് ചെയ്യുന്നു, വജൈനയിൽ നിന്നും പെനിസിനെ വിഡ്രോ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് ചെയ്യില്ല, സെമൻ അല്ലെങ്കിൽ സ്പേം എവിടേക്ക് റിലീസ് ചെയ്യില്ല, വജൈനയിലോട്ട് റിലീസ് ചെയ്യില്ല. സോ വി ക്യാൻ അവോയ്ഡ് ഇൻസെമിനേഷൻ. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഇൻസെമിനേഷൻ ആൻഡ് ഇജാക്കുലേഷൻ? ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പെനിസ് എന്ത് ചെയ്യുന്നു, സ്പേമിനെ അല്ലെങ്കിൽ സെമനെ റിലീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ആ ഇജാക്കുലേഷൻ വജൈനയിലോട്ടാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വജൈനയിലോട്ടാണ് ഈ സ്പേമിനെ റിലീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻസെമിനേഷൻ എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു വജൈന, അതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇതിന് പെനിസ് തന്നെ വേണം എന്നും ഒരു നിർബന്ധമില്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടും ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വിഡ്രോവൽ ഓഫ് പെനിസ്. ഓക്കെ, പെനിസിനെ വിഡ്രോ ചെയ്തു. ഓക്കെ, എപ്പോ, ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. അതിനെയാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ലാക്ടേഷണൽ അമിനേറിയ. അമിനേറിയ എന്ന് പറഞ്ഞാൽ എന്താ, ലാക്ക് ഓഫ് ഓവുലേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ അല്ലെ, ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ. അതായത് ലാക്ടേഷണൽ, പേരിൽ നിന്ന് തന്നെ കിട്ടും, ലാക്ടേറ്റ് ചെയ്യുന്ന. അതായത് സപ്പോസ് ഒരു ലേഡി അവരെന്ത് ചെയ്തിട്ടുണ്ട്, റീസെന്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഇന്റൻസ് ലാക്ടേഷൻ നടക്കും അല്ലെ, ഇന്റൻസ് കാര്യമായിട്ട് കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരു കാലമാണ്. ആ ഒരു കാലത്ത് ബ്ലഡിൽ ആര് കൂടുതലായിരിക്കും, പ്രൊലാക്റ്റിൻ കൂടുതലായിരിക്കും. പ്രൊലാക്റ്റിൻ കൂടുതലായതുകൊണ്ട് തന്നെ പ്രൊലാക്റ്റിൻ എന്തിനെ സപ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഈ പറഞ്ഞ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ഓവുലേഷൻ ഒക്കെ സപ്രസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്റൻസ് ലാക്ടേഷൻ പീരീഡിൽ there will be no ovulation and menstruation. Okay, but this എന്താണ് ഇത്, ഓൺലി എന്താ പറയാ, ഒരു 6 months. അതായത് സപ്പോസ് ഒരു ലേഡിയുടെ ഡെലിവറി മീൻസ് ഒരു സ്ത്രീ പ്രസവിച്ച് ഒരു 6 months വരെയൊക്കെ ഇതെന്തായിരിക്കാം, എഫക്റ്റീവ് ആകാം. ഓക്കെ, പക്ഷെ ഇതിന് ഫെയിലിയർ ചാൻസ് കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നാച്ചുറൽ ആണ് കേട്ടോ, നാച്ചുറൽ ആണ്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ല, പക്ഷെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നാച്ചുറൽ മെത്തേഡ് ക്ലിയർ ആണോ? ആരെങ്കിലും പറയൂ. സോ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാരിയറിനെ അങ്ങ് വെക്കുന്നു, ഇടയിൽ ഒരു തടസ്സം വെക്കുന്നു, ഒരു ബാരിയറിനെ വെക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ. ഓക്കെ, ബാരിയർ മെത്തേഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് വൺ ആണ് ഏത്, കോണ്ടം. കോണ്ടം മെയിലും യൂസ് ചെയ്യാറുണ്ട്, ഫീമെയിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, മെയിലും യൂസ് ചെയ്യാറുണ്ട്, ഫീമെയിലും യൂസ് ചെയ്യാറുണ്ട്. കോണ്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കോണ്ടത്തിന് ബാക്കിയുള്ള മറ്റുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനേക്കാളും ഉള്ള ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, which gives protection against STD and AIDS. STD-യിൽ നിന്നും എയ്ഡ്സിൽ നിന്നും ഇത് നമുക്ക് എന്ത് തരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അത് ഇതിന്റെ ഒരു എന്താ പറയാ മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ, മറ്റൊന്ന് ഫുള്ളി ഡിസ്പോസിബിൾ ആഫ്റ്റർ സിംഗിൾ യൂസ്. ഓക്കെ, ക്യാൻ ബി സെൽഫ് ഇൻസേർട്ടഡ് ആൻഡ് എൻഷുറിംഗ് ടോട്ടൽ യൂസർ പ്രൈവസി. ഇത് സെൽഫ് ഇൻസേർട്ടഡ് ആണ്, വേറെ ആൾക്കാർ ഒന്നും ഇൻസേർട്ട് ചെയ്ത് തരേണ്ട ആവശ്യമില്ല, ഒരാൾക്ക് സ്വയം ചെയ്യാം അല്ലെ. അതുകൊണ്ട് തന്നെ അയാൾക്ക് പ്രൈവസി കിട്ടുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ NCERT-യിൽ പണ്ട് മുതലേ ഉള്ളൊരു എക്സാമ്പിൾ ആണ് നിരോധ് എന്ന് പറയുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മെയിൽ കോണ്ടമാണ്. പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാടുണ്ടെങ്കിലും പക്ഷെ NCERT ഇപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ പറയുന്ന കോണ്ടം അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ്
ലാറ്റക്സ് ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ റബ്ബർ എന്ന് പറയുന്നത്. സോറി, റബ്ബർ അല്ല, ഈ പറയുന്ന കോണ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ബാരിയർ മെത്തേഡിൽ അടുത്തതാണ് ഡയഫ്രം അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്പ് അല്ലെങ്കിൽ വാൾട്ട്. ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതും റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഫീമെയിൽ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ആരാണ്? ഫീമെയിൽ ആണ്. ഫീമെയിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വി നോ ദാറ്റ് സെർവിക്സ് യൂട്രസ് ഉണ്ട്, യൂട്രക്സിന്റെ വജൈനിന്റെയും ഇടയിൽ ആരുണ്ട്? സെർവിക്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ ഈ സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട് തുടങ്ങിയവ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മളുടെ ഇതിനെ കവർ ചെയ്തുകൊണ്ട് ആരെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്? ദിസ് ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് അല്ലെങ്കിൽ വാൾട്ട് പോലെയുള്ള ബാരിയർ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് മെയില് ഇവിടെ എന്തിനെ റിലീസ് ചെയ്യുന്നു? സ്പേമിനെ റിലീസ് ചെയ്യും. ബട്ട് സ്പേമിനെ എങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന യൂട്രസിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരുമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കത്തെ ഉണ്ടാകും. അതെന്തയില്ല, ഇതിപ്പോ എത്തുവോ? ഇല്ല. ഓക്കെ, അപ്പോ അതാണെന്ത് ഈ പറയുന്ന ബാരിയർ മെത്തേഡിലുള്ള ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്. റിമെമ്പർ, ഇത് ആരെ യൂസ് ചെയ്യുന്നത്? ഫീമെയിൽ. ഇത് എവിടെയാണ് കവർ ചെയ്യുന്നത്? സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും കേട്ടോ. ഇനി ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, കൊല്ലാമ വിടമാട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഡയഫ്രം, വാൾട്ട്, സെർവിക്കൽ ക്യാപ്പ് അതിലോട്ട് സ്പെർമിസൈഡൽ ക്രീമുകളെ ആഡ് ചെയ്യാം, സ്പെർമിസൈഡൽ ജെല്ലീസ് ആഡ് ചെയ്യാം, സ്പെർമിസൈഡൽ ഫോമുകളെ ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ ദാറ്റ് മീൻസ് പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും സ്പെർമിസൈഡൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെർമിനെ കൊല്ലാനുള്ളവരാണ് അല്ലെ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒന്നും കൂടി എന്ത് ചെയ്യും? ഈ കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഒന്നും കൂടെ കൂടും. അപ്പൊ ഇതാണ് എന്ത്? ബാരിയേഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാരിയേഴ്സുകളായിട്ട് നമ്മൾ ആരൊക്കെ പഠിച്ചു? കോണ്ടം പഠിച്ചു, പിന്നെ ഡയഫ്രം പഠിച്ചു, സെർവിക്കൽ ക്യാപ്പ് പഠിച്ചു, വാൾട്ട് പഠിച്ചു. ഇനി അടുത്തതാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് യൂട്രസിന്റെ അകത്തോട്ട് വെക്കുന്ന ഒരു ഡിവൈസ് ആണത് അല്ലെ? നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, കോപ്പർട്ടി ഒക്കെ കേട്ടിട്ടുണ്ടാകും അല്ലെ? പ്രസവിച്ച് ആഫ്റ്റർ ദ ഡെലിവറി ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചോദിക്കും കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതായത് ഒരു കപ്പിൾസിന് ഒരു കുട്ടിയായി ഇനി കുറച്ചു കാലത്തേക്ക് അടുത്ത കുട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് സ്പേസ് ഇടണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ, കപ്പിൾസ് ചൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഈ പറയുന്ന കോപ്പർട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന കോണ്ടത്തിനെ പോലെയൊന്നും ഒരാൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഏത് ഈ പറയുന്ന IUD എന്ന് പറയുന്നത്. ഇതിന് എന്ത് വേണം? ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള നഴ്സോ വന്നിട്ട് എന്ത് ചെയ്യണം? ഇത് വജൈനയിലൂടെ ഇത് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇത് ആർക്കെങ്കിലും പ്രഗ്നൻസി ഡിലേ ചെയ്യണം അല്ലെങ്കിൽ ചിൽഡ്രൻസിന് സ്പേസ് അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ട് ഇനി അടുത്ത കുട്ടി വരെ കുറച്ച് എന്ത് വേണം? സ്പേസ് വേണം, ഒരു കാലതാമസം വേണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒന്നാണ് IUD എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഡെയിലി പിന്നെ ഈ കോണ്ടം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഈ പറയുന്ന മറ്റു ബാരിയർ മെത്തേഡുകളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ മെത്തേഡിനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇതങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതില് നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് IUD. നോൺ മെഡിക്കേറ്റഡ് IUDയുടെ എക്സാമ്പിൾ ആണ് ലിപ്പേസ് ലൂപ്പ് എന്ന് പറഞ്ഞത്. എന്താണ് ലിപ്പേസ് ലൂപ്പ്? ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഫാഗോസൈറ്റോസിസ് ആണ്. അതായത് സപ്പോസ് ഒരു ലേഡി, ഓക്കെ, ഷീ ഇൻസേർട്ടഡ് ദിസ് ലിപ്പേസ് ലൂപ്പ് ഇൻടു ഹെർ യൂട്രസിൽ എന്തിന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്? ഈ നോൺ മെഡിക്കേറ്റഡ് ആയിട്ട് ലിപ്പേസ് ലൂപ്പിനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ ഫീമെയിൽ ബോഡിയിൽ എന്തുണ്ട്? ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ ഒരു ഫോറിൻ ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യുകയും അതിനെ കില്ല് ചെയ്യാൻ വേണ്ടി എന്താ പറയാ, ഇമ്മ്യൂൺ സെൽസുകളെല്ലാം ഭയങ്കര പടയായിട്ടൊക്കെ വരും. വന്ന് നോക്കുമ്പോൾ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു സാധനം, അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ സമയത്തായിരിക്കും പാട്ടും പാടി ആര് വരുന്നത്? സ്പേം വരുന്നത്. ഇതിനെ തീർക്കാൻ പറ്റാത്ത ദേഷ്യം എവിടെ കൊണ്ടുപോയി തീർത്തോളും? സ്പേമിന്റെ മേലെ തീർക്കും. മനസ്സിലായോ? അപ്പൊ സ്പേമിന്റെ കാര്യം തീരുമാനമാകും. ഓക്കെ, അപ്പൊ അത് സ്പേമിനെ എന്തെയും ആ ഇമ്മ്യൂൺ സെൽസുകൾ തിന്നും, അതായത് ഫാഗോസൈറ്റോസിസ് നടക്കും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന ബേസിക് മെക്കാനിസം. അപ്പൊ നോൺ മെഡിക്കേറ്റഡില് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിപ്പേസ് ലൂപ്പ്. ഇനി അടുത്തതാണ് കോപ്പർ റിലീസിങ് IUD.
ഓക്കെ, നോൺ മെഡിക്കേറ്റഡ് ഐ യു ഡി നമ്മൾ പറഞ്ഞു. കോപ്പർ റിലീസിങ് ഐ യു ഡി, ഓർക്കുക ഇതും ഈ പറയുന്ന ഈ ഐ യു ഡികളും അതിന്റെ എക്സാമ്പിളുകളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. കോപ്പർ റിലീസിങ് ഐ യു ഡി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് കോപ്പർ റിലീസ് ചെയ്യുന്ന ഐ യു ഡി. കോപ്പർ എന്ത് ചെയ്യും എന്ന് മോട്ടിലിറ്റി. ഓക്കെ, സ്പേമിന്റെ മോട്ടിലിറ്റിനെ ഇത് എന്ത് ചെയ്യും, കുറക്കും കേട്ടോ. നമുക്കറിയാം മില്യൺസ് ഓഫ് സ്പേമിന് എന്ത് ചെയ്യും, ഈ പറയുന്ന മെയില് അറ്റ് ദ ടൈം ഓഫ് ഇജാക്കുലേഷൻ റിലീസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ വളരെ ഫ്യൂ ഹൺഡ്രഡ്സോ തൗസൻഡ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സുകളൊക്കെ എന്ത് ചെയ്യുള്ളൂ, ആകെ ഈ പറയുന്ന ഫലോപ്പിയൻ ട്യൂബില് ഈ പറയുന്ന എഗിന്റെ അടുത്തെത്തുകയുള്ളൂ. ബാക്കിയുള്ള ബഹുഭൂരിഭാഗം അല്ലെ മെജോറിറ്റി ഉണ്ടാകും ഓൺ ദ വേ പോകുന്ന എന്ത് ചെയ്യും, ആ റൂട്ടിൽ എന്ത് ചെയ്യും, ഡെഡ് ആയി പോകും. അപ്പൊ ഇവരുടെ സ്പീഡ് ഒന്നും കൂടി അല്ലെങ്കിൽ ഇവരുടെ മോട്ടിലിറ്റി ഒന്നും കൂടെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് തീരെ എന്ത് ചെയ്യാൻ പറ്റാതെയാകും, ഈ പറയുന്ന ഫലോപ്പിയൻ ട്യൂബില് ഈ പറയുന്ന എഗിന്റെ അടുത്ത് എത്താൻ പറ്റാതെയാകും. ദാറ്റ് മീൻസ് ഫെർട്ടിലൈസേഷനുള്ള സാധ്യത കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഇല്ലാതായി വരുന്നു. അപ്പൊ അങ്ങനെ അതിനുള്ള എക്സാമ്പിൾ ആണ് ഒന്ന് കോപ്പർ ടി. പേരിൽ നിന്ന് തന്നെ കിട്ടും, കോപ്പർ ടി എന്ന് പറയുന്നത് കിട്ടും, കോപ്പർ ടി. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള കോപ്പർ ടി, കോപ്പർ 7, ഓക്കെ, CU7. അതേപോലെ തന്നെ മൾട്ടിലോഡ് 375, ലോഡ് കണക്കിന് കോപ്പർ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. മൾട്ടിലോഡ് 375. അടുത്തതാണ് ഹോർമോൺ റിലീസിങ് ഐ യു ഡി. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്, ഹോർമോൺ റിലീസിങ് ഐ യു ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഹോർമോൺ റിലീസിങ് ഐ യു ഡികൾ എന്ത് ചെയ്യുന്നു, ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ലൈക്ക് പ്രൊജസ്ട്രോൺ പോലെ അല്ലെങ്കിൽ ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് യൂട്രസിനെ ഇംപ്ലാന്റേഷൻ അൺസ്യൂട്ടബിൾ ആക്കി മാറ്റുന്നു. മനസ്സിലായി? അപ്പൊ ഹോർമോൺ റിലീസിങ് ഐ യു ഡി എന്ത് ചെയ്യുന്നു, ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു, ലൈക്ക് പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. അപ്പോ അതെന്ത് ചെയ്യുന്നു, യൂട്രസിനെ മേക്ക് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നത് കൊണ്ട് മാത്രം ഒരാൾ എന്താവില്ല, പ്രഗ്നന്റ് ആവില്ല. അതിന് എന്തും കൂടെ നടക്കണം, ഇംപ്ലാന്റേഷൻ കൂടി നടക്കണം അല്ലെ. ഈ പറയുന്ന യൂട്രസ് എന്ത് ചെയ്യണം, സോറി യൂട്രസ് അല്ല, എംബ്രിയോ എന്ത് ചെയ്യണം, യൂട്രസിൽ പറ്റിപ്പിടിക്കണം അല്ലെ. ഓക്കെ, അറ്റാച്ച്മെന്റ് സംഭവിക്കണം, അതിനുശേഷം ഇംപ്ലാന്റേഷൻ നടക്കണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, പ്രഗ്നന്റ് ആകൂ. പക്ഷെ ഈ പറയുന്ന ഹോർമോൺ റിലീസിങ് ഐ യു ഡിസിൽ എന്ത് ചെയ്യും, ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഈ ഹോർമോൺസ് എന്ത് ചെയ്യും, യൂട്രസിനെ ഇംപ്ലാന്റേഷൻ സ്യൂട്ടബിൾ അല്ലാതാക്കും. ഓക്കെ, വിച്ച് മേക്സ് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. അതുപോലെ തന്നെ സെർവിക്കൽ മ്യൂക്കസ് അത് കൂട്ടും. ഓക്കെ, സെർവിക്കൽ മ്യൂക്കസ്. അപ്പൊ ഈ പറയുന്ന ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിൽ മ്യൂക്കസ് ഒരുപാട് കൂടിയാൽ അതിനകത്ത് ആര് ട്രാപ്പായി പോകും, ഈ പറഞ്ഞ സ്പേം ട്രാപ്പഡ് ആയി പോകും. അപ്പൊ സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് അതിന്റെ ലക്ഷ്യസ്ഥാനം കാണാൻ പറ്റാതെ അത് വീര്യം വിട്ടുകഴിക്കും കേട്ടോ. അപ്പോ അതാണ് ഹോർമോൺ റിലീസിങ് ഐ യു ഡി. ഹോർമോൺ റിലീസിങ് ഐ യു ഡി എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റാസെർട്ട്. എന്താണ് പ്രൊജസ്റ്റാസെർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ഹോർമോൺ റിലീസിങ് ഐ യു ഡി ആണ്. അടുത്ത കൺഫ്യൂസിംഗ് വരുന്ന ഒന്ന് LNG-20 ആണ്. ഇതിന് ഓർക്കണം, LNG-20 മൾട്ടിലോഡ് 375 ഷിപ്പേഴ്സ് ലൂപ്പ്. ഇതാണ് പലർക്കും കൺഫ്യൂഷൻ വരാനുള്ളത്. മറ്റേത് കോപ്പർ ടി, കോപ്പർ 7, പ്രൊജസ്റ്റാസെർട്ട് ഒക്കെ പേരിൽ നിന്ന് തന്നെ കിട്ടും അത് ഏതാണെന്നുള്ളത്. അപ്പോ ക്ലിയർ ആണോ, ഇത് ക്ലിയർ ആണോ, ഐ യു ഡി ക്ലിയർ ആണോ? Yes or no? Yes, sir. Okay. Yes, sir. So we can move to the next one. Oral contraceptives. Oral എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും എന്താണ് അത്, നമ്മുടെ ഓറൽ മൗത്തിലൂടെ എടുക്കുന്ന എന്താണ്, എന്തോ ഒരു കോൺട്രസെപ്റ്റീവ് ആണ്. അതെന്തായിരിക്കും, ഡെഫിനറ്റ്ലി അത് പിൽസ് ആയിരിക്കും അല്ലെ, പിൽസ് ആയിരിക്കും. ഓക്കെ, ഗുളികകളായിരിക്കും, ക്യാപ്സ്യൂളുകൾ, ടാബ്ലറ്റുകളായിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിൽസുകളാണ്. ഓക്കെ, പിൽസുകൾ. അപ്പോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പിൽസുകൾ പ്രൊജസ്റ്റാജൻ, ഓക്കെ, അല്ലെങ്കിൽ പ്രൊജസ്റ്റാജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ, ഓക്കെ, ലൈക്ക് മാലാഡി. ഓക്കെ, മാലാഡി പോലെയുള്ള പ്രൊജസ്റ്റാജൻ അല്ലെങ്കിൽ പ്രൊജസ്റ്റാജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പിൽസിനെ എടുക്കുന്നു. ഓക്കെ, ഇത് ഡെയിലി എടുക്കും. ഒരു 21 ഡേയ്സ് എന്ത് ചെയ്യുന്നു, ഇത് ഡെയിലി എടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഒരു ബ്രേക്ക് ഇട്ട് ഒരു 7 ഡേ ഗ്യാപ്പ് കൊടുക്കും. ഓക്കെ, ദെൻ അഗൈൻ ഇറ്റ് വിൽ റീസ്റ്റാർട്ട്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു 21 ഡേയ്സ് നമ്മൾ ഇത് യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഫീമെയിൽ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫീമെയിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ 21 ഡേയ്സ് യൂസ് ചെയ്യും, ദെൻ 7 ഡേയ്സ് ബ്രേക്ക് ഇടും. ഓക്കെ, 7 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് എന്ത് ചെയ്യുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ മെച്ചം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഇൻഹിബിറ്റ് ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് എന്താണ് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന ഹോർമോൺസുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓറലി കൺസ്യൂം ചെയ്യുന്നത്. അപ്പോ ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൾട്ടർഡ് സെർവിക്കൽ മ്യൂക്കസ്, ഓക്കെ, സെർവിക്കൽ മ്യൂക്കസ് എന്ത് ചെയ്യുന്നുണ്ട്, സെർവിക്കൽ മ്യൂക്കസിന്റെ എമൗണ്ട്, ക്വാളിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഫീമെയിൽ ജെനറ്റിൽ ട്രാക്റ്റിൽ മ്യൂക്കസ് കൂടിയാൽ എന്ത് ചെയ്യും, അത് ഓഫ് കോഴ്സ് സ്പേമിന്റെ മൂവ്മെന്റിനെ പറ്റി, സ്പേം അതിൽ ട്രാപ്ഡ് ആയി പോകും അല്ലെ. അപ്പൊ സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫലോപ്പിയൻ ട്യൂബിൽ എത്താൻ ഡിഫിക്കൽട്ട് ആയി മാറും. ഓക്കെ, മേക്ക് യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. അപ്പൊ ഓവുലേഷൻ നടക്കില്ല, പിന്നെ അതേപോലെ തന്നെ സ്പേമിന് ഫലോപ്പിയൻ ട്യൂബിൽ എത്താനും പറ്റുന്നില്ല. ഇനി ഇതെല്ലാം മറികടന്ന് ഇനി എങ്ങാനും ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഇംപ്ലാന്റേഷൻ നടക്കില്ല. കാരണം യൂട്രസ് എന്തല്ല, ഇംപ്ലാന്റേഷന് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പോ അതാണ് ഈ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്താ ചെയ്യുന്നത് എന്നുള്ളത്? ഇനി ഓറൽ കോൺട്രസെപ്റ്റീവ്സിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്, നമ്മൾ പറഞ്ഞു നമ്മൾ RCH പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ക്ലിനിക്കുകൾ കൊണ്ടുവരുന്നുണ്ട്, അതേപോലെ തന്നെ റിസർച്ച് ഏരിയാസുകൾ, യൂണിറ്റുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അതിന്റെ ഫലമായിട്ട് നമ്മൾ കൊണ്ടുവന്ന നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഒരു കണ്ടുപിടുത്തമാണ്, അല്ലെ ഇന്നോവേഷൻ ആണെന്ത്, ഈ പറയുന്ന സഹേലി എന്ന് പറയുന്നത്. എന്താണ് സഹേലി? ഓക്കെ, എന്താണ് സഹേലി ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിക്കും. സഹേലി ഡെവലപ്പ് ചെയ്തത് CDRI ആണ്. എന്താ CDRI? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് എവിടെയാണ്? ലക്നൗ. എവിടെയാണ്? ലക്നൗ. അപ്പൊ ലക്നൌവില് ഉള്ള CDRI ഡെവലപ്പ് ചെയ്ത ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് ആണെന്ത്, സഹേലി. എന്താണ് ഈ സഹേലിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് ഒരു നോൺ സ്റ്റിറോയിഡൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോണൽ ആയിട്ടുള്ള ആൾക്കാരാണ്, സ്റ്റിറോയിഡൽ ആയിട്ടുള്ള പ്രൊജസ്റ്റാജൻ പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇതെന്തല്ല, സ്റ്റിറോയിഡ് അല്ല കേട്ടോ, സ്റ്റിറോയിഡ് അല്ലാത്തതാണെന്ത് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോ സാധാരണ ഇതിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈസ്ട്രജനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻസുകളാണ്. ഇവിടെ അങ്ങനെയല്ല, ഇത് ഒരു നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ഒന്നാണ് ഈ സഹേലി എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇത് വൺസ് എ വീക്ക് ആണ്. മറ്റേത് നമുക്കറിയാം ഡെയിലി യൂസ് ചെയ്യണം, എന്നിട്ട് 21 ഡേയ്സ് ഡെയിലി യൂസ് ചെയ്യണം, 7 ഡേയ്സ് ബ്രേക്ക് ഇട്ടിട്ട് വീണ്ടും യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ അതൊരു ടാസ്ക് ആണ്, ഇത് ഡെയിലി ഇങ്ങനെ കുടിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ആവശ്യം എവിടെ വരുന്നില്ല, സഹേലിയുടെ കേസിൽ വരുന്നില്ല. സഹേലി വൺസ് എ വീക്ക് ആണ്, വീക്കില് വൺസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി മറ്റൊന്ന്, ഇത് ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ ഉള്ള, വളരെ ഫ്യൂ സൈഡ് എഫക്ട്സ് ഉള്ള, വളരെ സൈഡ് എഫക്ട്സ് കുറവുള്ള, എന്നാൽ നല്ല കോൺട്രസെപ്റ്റീവ് വാല്യൂ കൂടുതലുള്ള, വൺസ് എ വീക്കിൽ ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാവുന്ന, സ്റ്റിറോയിഡൽ അല്ലാത്ത ഒന്നാണ് ഈ സഹേലി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? CDRI ഇൻ ലക്നൗ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഇംപ്ലാന്റ്സുകൾ. എന്താണ് ഇംപ്ലാന്റുകൾ? ഓക്കെ, ഇംപ്ലാന്റുകളും ഇൻജെക്ടബിൾസുകളും. ഓക്കെ, ഇംപ്ലാന്റുകളും ഇൻജെക്ടബിൾസുകളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇൻജെക്ടബിൾസും ഇംപ്ലാന്റുകളും സാധാരണ മറ്റുള്ളവരെ പോലെയല്ല. ഇവരുടെ കേസിൽ നമ്മള് മറ്റത് ഓറലി കൺസ്യൂം ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഓറലി കൺസ്യൂം ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ 21 ഡേയ്സ് ഓറലി കൺസ്യൂം ചെയ്യണം ഓറൽ കോൺട്രസെപ്റ്റീവ്സിന്റെ കേസിലാണെങ്കിൽ അല്ലെ. അപ്പൊ ഇതിനിടയ്ക്ക് മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺട്രസെപ്റ്റീവ് പ്ലാനിങ് എന്താകും, പാളിപ്പോകും. പക്ഷെ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ഇൻജെക്ടബിൾസ്, ഇംപ്ലാന്റ്സിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫോർ എക്സാമ്പിൾ അപ്പർ ആർമിന്റെ ഒക്കെ ഇപ്പൊ ഈ സ്കിന്നിന്റെ അടിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇംപ്ലാന്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്രൊജസ്റ്റാജൻ അല്ലെങ്കിൽ പ്രൊജസ്റ്റാജൻ ഈസ്ട്രജൻ കോമ്പിനേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു, ഇൻജെക്ട് ചെയ്യുന്നു അല്ലെ, പ്ലേസ് ചെയ്യുന്നു കേട്ടോ. അതാണ് എന്ത് ഇംപ്ലാന്റുകൾ. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, എന്തോ സ്കിന്നിന്റെ അടിയിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ ഇത് പിൽസിന്റെ സെയിം രീതി തന്നെയാണ്. പക്ഷെ ഇതിന്റെ എഫക്റ്റീവ് പീരീഡ് എന്താണ്, കുറച്ചുകൂടി ലോങ്ങർ ആണ് എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി മറ്റൊന്ന്, നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാം, ഓറലി എടുക്കുന്നതിന്റെ പകരം ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാം. ദി സെയിം തിങ്, അതാണ് ഇൻജെക്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഹോർമോൺസിന് അല്ലെങ്കിൽ ഈ ഹോർമോൺ കോമ്പിനേഷനെ നമുക്ക് ഓറലി എടുക്കാം, ഇംപ്ലാന്റ് ആയിട്ട് എടുക്കാം, ഇഞ്ചക്ഷൻ ആയിട്ടും എടുക്കാം കേട്ടോ. ഇനി
progestation combination or IUD, okay, within 72 hours of coitus. Okay, അതായത് ചില സ്ഥലത്ത് നമ്മൾ എമർജൻസി ആയിട്ട് നമുക്ക് അതായത് ഈ പറയുന്ന എന്താ പറയാ എമർജൻസി പിൽസുകളുണ്ട്, എമർജൻസി പിൽസുകൾ. ഓക്കെ, എമർജൻസി പിൽസുകളുണ്ട്. ഈ എമർജൻസി പിൽസുകൾ ചില സമയത്ത് അതായത് കോയിറ്റസ് ഒക്കെ സംഭവിച്ചു, ഓക്കെ, ഒരു അബദ്ധം അങ്ങ് പറ്റിപ്പോയി, ഓക്കെ, ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വിത്തിൻ 72 ഹവേഴ്സിൽ ഈ പറയുന്ന സാധനങ്ങൾ ഹൈ ഡോസിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസുകൾ വേറെ ഉണ്ടാവും, അത് വേറെ കാര്യം. ഇനി അടുത്തതാണ് സർജിക്കൽ മെത്തേഡ്. ഓക്കെ, സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് മെത്തേഡ്. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എല്ലാം എന്തിനായിരുന്നു, ആർക്കെങ്കിലും ഇനി കുട്ടികൾ കുറച്ചു കാലത്തേക്ക് വേണ്ട, അതായത് ഒരു കുട്ടിയായി അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പൊ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ്. ദാറ്റ് മീൻസ് അവർക്ക് ഫ്യൂച്ചറിൽ കുട്ടികൾ വേണം, അങ്ങനത്തെ ആളുകളായിരുന്നു. പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്, അതായത് എന്താ പറയുക, സ്റ്റെറിലൈസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി കുട്ടികളെ വേണ്ട എന്നവർ ഡിസൈഡ് ചെയ്തു, ഇനി ഫ്യൂച്ചറിലും കുട്ടികൾ വേണ്ട എന്ന് ആരെങ്കിലും ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെയിലിനാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫീമെയിലിനാണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. മെയിലിനാണ് എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം വാട്ട് ഈസ് ദിസ് ഈസ് വാസ് ഡിഫറൻസ് അല്ലെ. വാസ് ഡിഫറൻസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സ്ക്രോട്ടം ഉണ്ട് അല്ലെ, സ്ക്രോട്ടം ഉണ്ട്, സ്ക്രോട്ടത്തിൽ ഒരു സ്മോൾ ഇൻസിഷൻ ഇടുന്നു, ഓക്കെ, ചെറിയൊരു കട്ട് ഇടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വാസ് ഡിഫറൻസ് അങ്ങ് കട്ട് ചെയ്യും. വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ ടൈ ചെയ്യുന്നു, കെട്ടിയിടുന്നു കേട്ടോ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ വാസെക്ടമി. അതിനെയാണ് നമ്മൾ എന്ത് വാസെക്ടമി എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതായത് വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, വാസെക്ടമി. അപ്പൊ ട്യൂബക്ടമി എന്തായിരിക്കും, ട്യൂബിനെ കട്ട് ചെയ്യുന്നത് ഏതാണ്, ട്യൂബ്, ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ട്യൂബക്ടമി. ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ഇതാരായിരിക്കും ചെയ്യുക, ഇത് ഫീമെയിൽ ആയിരിക്കും ചെയ്യുക, ഇത് മെയിൽ ആയിരിക്കും ചെയ്യുക. ഓക്കെ, ഇതൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ദാറ്റ് മീൻസ് ഇതിന്റെ എന്താ പറയുക, കോൺട്രസെപ്റ്റീവ് റേറ്റ് ഒക്കെ ഹൈ ആണ്, പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിന്റെ റിവേഴ്സിബിലിറ്റി വളരെ പൂറാണ്. അതായത് സപ്പോസ് ഇതിൽ ഏതെങ്കിലും സപ്പോസ് ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു മെയിൽ എന്ത് ചെയ്തു, ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്തു, ഓക്കെ, ഇനി ആ വ്യക്തിക്ക് തോന്നുകയാണ് അല്ല അന്ന് ചെയ്തത് മണ്ടത്തരമായി പോയി, ഒരു കുട്ടിയും കൂടി ആവാം എന്ന് വിചാരിച്ച് വീണ്ടും ഇതിനെ റിവേഴ്സ് ചെയ്യാൻ നോക്കിയാൽ അതിന്റെ സാധ്യത വളരെ കുറവാണ്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്, ഈ പറയുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ക്വിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉള്ളതുണ്ട്. നാച്ചുറൽ നമുക്കറിയാം, നാച്ചുറൽ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, പക്കാ നാച്ചുറൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ STD അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഒന്നും അതിലൊന്നും കിട്ടുന്നില്ല, കാരണം ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, പ്രത്യേകിച്ച് മെഡിക്കൽ ഇന്റർവെൻഷൻ ഒന്നും ഇല്ല, കാരണം ഒരു ഡോക്ടർ ഒന്ന് പറയുന്നു വേണ്ടല്ലോ. ഓക്കെ, ഒരാളുടെ പെർമിഷൻ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഒരാൾക്ക് സ്വമേധയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻ ഒന്നും ആവശ്യമില്ല. റിവേഴ്സിബിലിറ്റി ഹൈ ആണ്. ദാറ്റ് മീൻസ് ഒരാൾക്ക് അറിയാലോ, ദാറ്റ് മീൻസ് അയാൾ കുട്ടികളാകണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ പ്രോസസ് അങ്ങ് നിർത്തി വെച്ചാൽ മതി. ബാരിയറിൽ നമുക്കറിയാം ഫിസിക്കലി ഗാമേറ്റുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ബാരിയർ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്പേമും എഗ്ഗും തമ്മിൽ കണ്ടുമുട്ടാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഇല്ലാതാക്കണം. അതിന്റെ ഇടയിൽ നമ്മൾ അങ്ങ് കയറി ഒരു ബാരിയർ അങ്ങ് വെച്ചു. ഓക്കെ, അതാണ് ബാരിയർ മെത്തേഡ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗാമേറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിലിപ്പോ STDനെ പ്രിവെന്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ കോണ്ടം പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, STDനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. കോണ്ടം എന്ത് ചെയ്യുന്നുണ്ട്, STDനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്കറിയാം. ഓക്കെ, ബാക്കിയുള്ള ആരും അങ്ങനെ STD പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല, പക്ഷെ കോണ്ടം STD പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. റിവേഴ്സിബിലിറ്റി എല്ലാത്തിനും ഉണ്ട്. മെഡിക്കൽ ഇന്റർവെൻഷൻ യൂഷ്വലി അത്ര ആവശ്യം വരാറില്ല. ഓക്കെ, കോണ്ടം ഒക്കെ ഒരാൾ സ്വയം യൂസ് ചെയ്തോളൂ. IUD എന്ന് പറയുന്നത് നമുക്കറിയാം യൂട്രസിൽ വെക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് ചേഞ്ചസ് യൂട്രസിലും അതേപോലെ തന്നെ ഈ പറയുന്ന സെർവിക്സിലൊക്കെ വരുന്നു. STD പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, റിവേഴ്സിബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഈ പറയുന്ന IUD എടുത്ത് മാറ്റിയാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും പ്രഗ്നന്റ് ആവാൻ പറ്റും. മെഡിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. ഓക്കെ, അത് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. മറ്റേതാണ് എന്ത്, ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. ഓറൽ കോൺട്രസെപ്റ്റീവ്സിൽ നമ്മൾ പഠിച്ചു ഹോർമോൺ, കോപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. STD പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. റിവേഴ്സിബിലിറ്റി എന്താണ് ഈ പറയുന്ന ഓറൽ
അല്ലെങ്കിൽ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് നിർത്തിയാൽ വീണ്ടും എന്ത് ചെയ്യും, പ്രഗ്നന്റ് ആവും. ഓക്കെ, അപ്പൊ ഇതിന് മെഡിക്കൽ ഇന്റർവെൻഷൻ പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അല്ലാതെ നമുക്ക് ഒരു പിൽസ് എടുത്ത് കുടിക്കാൻ ഒരു ഡോക്ടർ ഒന്ന് വായിൽ വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്തത് ഇംപ്ലാന്റ്സ്, ഇൻജെക്ടബിൾസ്. അതും നമ്മൾ പറഞ്ഞ ഓറലിന്റെ സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, പക്ഷെ മെഡിക്കൽ ഇന്റർവെൻഷൻ ഒരുപക്ഷെ വേണ്ടിവരും ചിലപ്പോഴൊക്കെ ഈ പറയുന്ന ഇംപ്ലാന്റിന്റെ കേസൊക്കെ. ഇനി സർജിക്കലി നമ്മൾ അനാറ്റമിക്കലി ബ്ലോക്ക് ചെയ്യണം. അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്നേക്ക് മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇതും STD പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഇതിന്റെ റിവേഴ്സിബിലിറ്റി വളരെ പൂറാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാത്തിനും റിവേഴ്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഇതിന് റിവേഴ്സിബിലിറ്റി വളരെ പൂറാണ്. മെഡിക്കൽ ഇന്റർവെൻഷൻ വേണം, അതായത് ഒരു ഡോക്ടർ വന്ന് ചെയ്ത് കൊടുക്കണം. ദാറ്റ് മീൻസ് അതിന് എന്തുണ്ട്, സർജറിയിലൂടെ ചെയ്യുന്നതാണ്, ഒരു മൈനർ സർജറിയാണ് കേട്ടോ. അപ്പോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് എന്ത്, ഇപ്പൊ നമ്മൾ കുട്ടികൾ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മെത്തേഡുകളും പഠിച്ചു. ഓക്കെ, 16 അടവും പറ്റി, പക്ഷെ എന്നിട്ടും ഓക്കെ. അപ്പോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ വേണ്ട 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 എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പക്ഷെ അവർ പ്രഗ്നന്റ് ആയി. അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? അവിടെയാണ് എന്ത് വരുന്നത്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ ടെർമിനേഷൻ അതായത് സാധാരണ ഉള്ള അബോർഷൻ അല്ല. അബോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം 45 to 50 million MTPs ആർ പെർഫോംഡ് ഗ്ലോബലി എവറി ഇയർ. ഈ പറയുന്ന വാല്യൂസ് പണ്ടത്തെ വാല്യൂസ് ആണ്. ഇപ്പോഴത്തെ വാല്യൂസ് ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ദാറ്റ് മീൻസ് നിലവിൽ പ്രഗ്നൻസിയിലെ 1/5 എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ അബോർട്ട് ചെയ്ത് കളയുന്നുണ്ട്. മനസ്സിലായോ? അതായത് 5 പ്രഗ്നൻസിയിൽ ഒരെണ്ണം എന്തായാലും എന്ത് ചെയ്യും, അബോർട്ട് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു നിരക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോ 45 to 50 million MTP എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബലി എവറി ഇയർ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ഇന്റൻഷണൽ ഓർ വോളണ്ടറി. ഓക്കെ, ഇന്റൻഷനലി അല്ലെങ്കിൽ വോളണ്ടറി എന്ത് ചെയ്യുന്നു, പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്യുന്നു. അല്ലാതെ അറിയാതെ അബോർട്ടായി പോകുന്ന കേസല്ല നമ്മൾ ഇവിടെ പറയുന്നത്. ഇന്റൻഷനലി ബോധപൂർവം തന്നെ എന്ത് ചെയ്യണം, അങ്ങ് അബോർട്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് അബോർഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ മെഡിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ടെർമിനേറ്റ് ചെയ്യുകയാണ്. എന്തിനെ, പ്രഗ്നൻസിയെ. അതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. നമ്മൾ പറഞ്ഞു 45 to 50 million MTPs എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന ഇയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം MTPകൾ എന്താ സംഭവിക്കുന്നത്, ഉണ്ടാകാൻ പോകുന്ന ഒരു കുട്ടിയെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ എന്തായാലും അത് പോപ്പുലേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇത് ആരും പോപ്പുലേഷൻ കുറക്കാൻ വേണ്ടിയിട്ടല്ല MTP യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇന്റൻഷൻ വേറെയാണ്. ഇതിന്റെ ഇന്റൻഷൻ പലതാകാം. ഓക്കെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. Many countries have not legalized MTP due to emotional, ethical, religious and social issues. എന്തായാലും ദിസ് എന്താണ്, ഇത് ഒരു ജീവനെ ഇല്ലാതാക്കുകയാണ്, കൊന്നു കളയുകയാണ് അല്ലെ. അപ്പോ ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ കൊണ്ടും എത്തിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ കൊണ്ടും റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ്ലി ഈ കൊലപാതകം എന്ന് പറയുന്നത് റിലീജിയസ്ലി അത്ര നല്ലതല്ല അല്ലെ, റിലീജിയസ് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നല്ലല്ലോ. അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസ്. ഓക്കെ, ഇതൊക്കെ കാരണം പല കൺട്രീസിൽ ഇപ്പോഴും MTP എന്തല്ല, ലീഗൽ അല്ല. ദാറ്റ് മീൻസ് MTP എന്താണ്, നിയമപരമായി അലൗഡ് അല്ല. ദാറ്റ് മീൻസ് അവിടെ പോയി MTP ചെയ്യുക എന്ന് പറയുന്നത് പണിഷബിൾ ഒഫൻസ് ആണ്. വാട്ട് അബൌട്ട് ഇന്ത്യ? ഇന്ത്യയിൽ MTP അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുന്നത് അലൗഡ് ആണോ? ഇന്ത്യയിൽ എന്താണ്, MTP ലീഗലൈസ്ഡ് ആണ്, അലൗഡ് ആണ്. എന്ന് മുതൽ 1971 മുതൽ അലൗഡ് ആണ്, ബട്ട് വിത്ത് സ്ട്രിക്റ്റ് കണ്ടീഷൻസ്. അതിന് ഒരുപാട് കണ്ടീഷൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കണ്ടീഷൻ വെച്ചത് എന്ന് ചോദിച്ചാൽ, ടു ചെക്ക് ദ ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്. അല്ലെങ്കിൽ സപ്പോസ് നമ്മൾ അമ്നിയോസെന്റിസിസ് പഠിക്കുമ്പോൾ മനസ്സിലായി, അമ്നിയോസെന്റിസിലൂടെ ഈ പറയുന്ന യൂട്രസിൽ ഇരിക്കുന്ന ഈ കുട്ടി, ഈ ഫീറ്റസ്, അത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ വേണ്ട എന്ന് ചില കപ്പിൾസുകൾ തീരുമാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി നോർത്തിലൊക്കെ അങ്ങനത്തെ സംഭവം ഇപ്പോഴും ഭയങ്കര കൂടുതലായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോ ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുട്ടി ഫീമെയിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അബോർട്ട് ചെയ്ത് കളയും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അതിൽ ഒരുപാട് സ്ട്രിക്റ്റ് കണ്ടീഷൻസുകളുണ്ട്.
MTP. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ എന്തായാലും ഇതെന്താണ് ലീഗലി അലൗഡ് ആണ് കേട്ടോ, ലീഗലി അലൗഡ് ആണ്. അപ്പൊ എന്താണ് എന്താണ് MTPയുടെ ഇമ്പോർട്ടൻസ്? MTPയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് അൺവാണ്ടഡ് പ്രഗ്നൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, MTP എന്തിനാണ് MTP യൂസ്ഫുൾ ആകുന്നത് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എവിടേക്കാണ് സഹായകമാകുന്നത് എന്ന് ചോദിച്ചാൽ അൺവാണ്ടഡ് പ്രഗ്നൻസി, ഓക്കെ, അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഇന്റർകോഴ്സ്, ഓക്കെ, ഒരു പക്ഷെ അവര് ചിലപ്പം ഭാര്യയും ഭർത്താവും പോലും അല്ലായിരിക്കാം, ഓക്കെ, പക്ഷെ അവരെന്ത് ചെയ്തു, ഒരു കയ്യബദ്ധം, എന്ത് സംഭവിച്ചു, പ്രഗ്നന്റ് ആയിപ്പോയി. ഓക്കെ, അപ്പൊ അതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ്. അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെയിലിയർ ഓഫ്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഓൾറെഡി സ്ട്രിക്റ്റ് കണ്ടീഷൻസുകളുണ്ട്. പിന്നെ അനദർ തിങ് ഈസ് ഡിസീസ്, കൊലപാതകം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കി കണ്ടൊക്കെ നടക്കുക കേട്ടോ. അപ്പോ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു ജീവൻ ഇല്ലാതാക്കണം, നമ്മളുടെ തന്നെ സ്വന്തം കുട്ടിയെ ഇല്ലാതാക്കുന്ന ഒരു കേസാണ്. പക്ഷെ ചിലർക്ക് ഇത് ആവശ്യം വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫീമെയിൽ റേപ്പ് ചെയ്യപ്പെട്ടു, ഷീ ഹാസ് ഓൾ റൈറ്റ്, അവൾക്ക് എല്ലാ നിലക്കും എന്തുണ്ട്, ഈ പറയുന്ന റേപ്പ് ചെയ്ത ഈ കുറ്റവാളിയുടെ കുട്ടി തന്റെ വയറ്റിൽ വളരണ്ട എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും അവൾക്കുണ്ട്, അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള റേപ്പിന്റെ സമയത്ത് അതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി MTP യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ഇന്റർകോഴ്സ്, ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ MTP എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. It is essential in case where the continuation of pregnancy could be harmful to mother or to the fetus or both. Okay. Sometimes ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറയും ഇപ്പൊ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് എന്തല്ല, ഹെൽത്തിന് നല്ലതല്ല, അത് ലൈഫിന് തന്നെ ഭയങ്കര ത്രെറ്റ് ആണ്, ഇപ്പൊ ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ട് ഇത് അബോർട്ട് ചെയ്യുന്നതാണ് ബുദ്ധിയെന്ന് സംടൈം ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറയും കേട്ടോ. കാരണം അതായത് അത് മദറിന് ഹാർംഫുൾ ആണ്, അല്ലെങ്കിൽ അത് ഫീറ്റസിന് ഹാർംഫുൾ ആണ്, അല്ലെങ്കിൽ അതായത് ആ ഫീറ്റസ് എന്തായാലും കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല അർത്ഥമില്ലല്ലോ. അല്ലെങ്കിൽ അതായത് സംടൈം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷെ ഹാർട്ട് ഡെവലപ്പ് ആയിട്ടില്ല പ്രോപ്പർലി, അങ്ങനെ പിന്നെ അത് മുന്നോട്ട് പോകുന്നത് അർത്ഥമില്ലല്ലോ. അല്ലെങ്കിൽ അതേപോലെ തന്നെ മദറിനും ഫീച്ചേഴ്സിനും ഹാർംഫുൾ ആണ്. അത്തരത്തിലുള്ള കേസിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്തില്ല, ദർ ഈസ് നോ പോയിന്റ്. അപ്പൊ അത്തരത്തിലുള്ള കേസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, MTP, അവിടെയൊക്കെയാണ് MTPയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, MTP ആർ സേഫ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്റർ നമുക്കറിയാം ആദ്യത്തെ 3 മാസം, ആ ഒരു 3 മാസത്തിൽ MTP കമ്പാരിറ്റീവ്ലി സേഫ് ആണ് കേട്ടോ, കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. പക്ഷെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എന്താണ്, അബോർഷൻസ് വെരി റിസ്കി ആണ്. കാരണം ഈ പറയുന്ന ഈ ഫീറ്റസും മദറും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആൾമോസ്റ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ടിഷ്യൂസുകളും മറ്റൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ബോണ്ടിങ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് എത്തുമ്പോൾ അബോർഷൻസ് എന്താണ്, ലിറ്റിൽ ബിറ്റ് റിസ്കി ആണ്. ഓക്കെ, ഇനി MTP നല്ല ഉദ്ദേശത്തിലാണ് MTP കൊണ്ടുവന്നതെങ്കിലും പക്ഷെ ഇതിൽ എന്തുണ്ട്, ചില പ്രോബ്ലംസുകളുണ്ട്. ഓക്കെ, ചില പ്രോബ്ലംസുകളുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ പ്രോബ്ലംസ് എന്ന് ചോദിച്ചാൽ, ഓക്കെ, എന്താണ് MTPയിൽ ഒരു ഇഷ്യൂ എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് മെജോറിറ്റി ഓഫ് MTP ആർ പെർഫോംഡ് ഇല്ലീഗലി. അതാണ് പ്രശ്നം കേട്ടോ. അതായത് ഡോക്ടർ അടുത്ത് പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു കാഷ്വൽ ആയിട്ടുള്ള ഇന്റർകോഴ്സ് ചെയ്യുന്നു, കുട്ടിയാകുന്നു, ഡോക്ടർ അടുത്ത് ഓടിച്ചെന്നാൽ ഡോക്ടറിന്റെ വായിന്ന് നല്ല കേൾക്കും. കാരണം ഡോക്ടറിന്റെ മോസ്റ്റ് ഓഫ് ദ കേസിലും ഈ പറയുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ അവര് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് പോയിട്ട് ഒരു കുട്ടി നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടീനെ കളയാൻ പറഞ്ഞാൽ അവരൊരു പക്ഷേ അവര് പറയും ഞാൻ ചെയ്യില്ല, വേണമെങ്കിൽ വേറെ ആളെ പോയി മീറ്റ് ചെയ്തോളൂ എന്ന് ഒരു പക്ഷെ പറയും. അപ്പൊ അവരെന്ത് ചെയ്യും, ഇല്ലീഗലി അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള പേടി കൊണ്ട് കേട്ടോ, അല്ല ഡോക്ടർ പറയും ചിലപ്പോൾ പേരൻസിനെയും കൊണ്ടുപോവാ എന്നൊക്കെ പറയും. അപ്പോ അതൊക്കെ പേടിച്ചിട്ട് ഒരു പക്ഷെ എന്ത് ചെയ്യും, ഇവര് വേറെ ഏതെങ്കിലും ഉഡായിപ്പ് മാർഗങ്ങൾ ചൂസ് ചെയ്യും കേട്ടോ, ഇല്ലീഗൽ ആയിട്ടുള്ള റൂട്ടുകൾ. ഇല്ലീഗലി എങ്ങനെ അബോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതികൾ. പക്ഷെ അതെന്താണ്, അത് ആ മദറിന് തീരെ നല്ലതല്ല. കാരണം അത് ലീഗൽ അല്ലല്ലോ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ രീതിയിലൂടെ ആവില്ല. ഒരു പക്ഷേ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു പറയുന്ന ലേഡിക്ക് ഡെത്ത് വരെ സംഭവിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്താ പറയുക ഇഷ്യൂസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രഗ്നൻസിയെ അഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പ്രഗ്നന്റ് ആവാത്ത അവസ്ഥയാകാം. അപ്പോ പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ MTP ഇപ്പോഴും എങ്ങനെയാണ് നടക്കുന്നത്, ഇല്ലീഗലിയാണ് നടക്കുന്നത്. ഇനി മറ്റൊന്നാണ് അമ്നിയോസെന്റിസിസ്. നമ്മൾ പറഞ്ഞു അമ്നിയോസെന്റിസിസ് പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അമ്നിയോസെന്റിസിസ് എന്താന്നുള്ളത് പഠിക്കാം. നമുക്കറിയാം
ഈ ഫീറ്റസ് ഒരു ഫ്ലൂയിഡിലാണ് കിടക്കുന്നത് അല്ലെ. ആ ഫ്ലൂയിഡിന്റെ പേരാണെന്ത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിന്റെ പേരാണെന്ത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കേട്ടോ. ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് ആ കുട്ടി കിടക്കുന്നത്. അത് ആ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. അപ്പൊ ഈ ഫ്ലൂയിഡില് ഈ പറയുന്ന ഫീറ്റസിന്റെ എന്തുണ്ടാകും? സെൽസുകളും മറ്റൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ നമുക്ക് അങ്ങ് കളക്ട് ചെയ്യാം. ഓക്കെ, ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ എന്തുണ്ടാകും? ഈ ഫീറ്റസിന്റെ സെല്ലുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഡിസോൾവഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഈ പറയുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അമ്നിയോട്ടിക് ക്യാവിറ്റിയിൽ നിന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ എടുത്തിട്ട് നമുക്ക് അതിനെ ചെക്ക് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റും. ഈ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഫീറ്റസിന് എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസുകൾ ഉണ്ടോ? ഓക്കെ, ജനറ്റിക് ഇഷ്യൂസുകൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ലൈക്ക് സിക്കിൾ സെൽ അനീമിയ, താലിസീമിയ പോലെയുള്ള അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം പോലെയുള്ള ഒരുപാട് ക്രോമസോമൽ ഡിസോർഡേഴ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ. ജനറ്റിക് ഡിസോർഡേഴ്സുകളും ക്രോമസോമൽ ഡിസോർഡേഴ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ദിസ് അമ്നിയോസെന്റസിസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അമ്നിയോസെന്റസിസിന്റെ ഉദ്ദേശം അതാണ്. നോക്കൂ, അമ്നിയോസെന്റസിസിലൂടെ ക്രോമസോമിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ എക്സ് ക്രോമസോം ഉണ്ടോ വൈ ക്രോമസോം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ദാറ്റ് മീൻസ് ഇതിന്റെ സെക്സ് കണ്ടെത്താൻ പറ്റും. ഇത് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടെത്താൻ പറ്റും അല്ലെ. അപ്പോ നമുക്കറിയാം ഇപ്പൊ കുറച്ച് മാറ്റം ഉണ്ടെങ്കിലും ഈ പറയുന്ന ഫീമെയിൽ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസിലും നല്ല രീതിയിൽ എന്ത് വേണം? നല്ല രീതിയിൽ സ്ത്രീധനം, ഡൗറി ഒക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ ഒരുപാട് ചെലവുള്ള ഒരു കാര്യമാണ്. അപ്പോ പലർക്കും ഈ പറയുന്ന ഫീമെയിലിനേക്കാളും ഒരു മെയിൽ ആയാൽ നല്ലത് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഈ കുട്ടി, ഈ ഫീറ്റസ് പെണ്ണാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? MTP ചെയ്യാനുള്ള, അബോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് അമ്നിയോസെന്റസിസ് കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തിലാണെങ്കിലും അത് ആളുകൾ എന്ത് ചെയ്യുന്നു? മിസ്യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു? അമ്നിയോസെന്റസിസിലൂടെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ത് ചെയ്തു? ഇല്ലീഗലാക്കി കേട്ടോ. അപ്പോ സെക്സ് ഡിറ്റർമിനേഷൻ റൈറ്റ് നൗ എന്താണ്? ഇല്ലീഗലാണ് കേട്ടോ, ഇല്ലീഗലാണ്. അതായത് അമ്നിയോസെന്റസിസിലൂടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ ഇന്ത്യയില് എന്തില്ല? പ്രൊവിഷൻ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജെൻഡർ റിവീലിംഗ് പാർട്ടി ഒന്നും ഇന്ത്യയിൽ നടക്കുന്ന പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് കിട്ടില്ല? എന്താണ് സെക്സ് എന്നുള്ളത് നമുക്ക്, ഈ കുട്ടിയുടെ സെക്സ് എന്താണെന്നുള്ളത് ഫീറ്റസിന്റെ അറിയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അമ്നിയോസെന്റസിസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു അമ്നിയോസെന്റസിസ് മിസ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട്. ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? MTP ചെയ്യുന്നു. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല. സപ്പോസ് ഒരു ലേഡി പെൺകുട്ടിയാകുന്നു, എന്ത് ചെയ്യുന്നു? MTP ചെയ്യുന്നു, വീണ്ടും പ്രഗ്നന്റ് ആകുന്നു, വീണ്ടും കുട്ടി എന്താകുന്നു? പെണ്ണാകുന്നു, വീണ്ടും MTP ചെയ്യുന്നു. അത് ആ മദറിന് തീരെ നല്ലതല്ല അല്ലെ. അപ്പോ അത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പൊ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ഇല്ലീഗൽ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ പ്രഗ്നൻസീസ് ആർ എന്താണ്? മോസ്റ്റ് ഓഫ് ദി MTPs ആർ പെർഫോംഡ് ഇല്ലീഗലി. ഓക്കെ, ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉടായ്പ മാർഗത്തിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ഡിസൈഡ് ചെയ്തു? ഗവൺമെന്റ് ഈ ഇല്ലീഗൽ അബോർഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഈ MTP കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ സ്ട്രിക്റ്റ്നെസ് ഒന്ന് കുറക്കാൻ വേണ്ടി കുറച്ചൊന്ന് എന്താ പറയാ, അതിന്റെ ഒരു സ്ട്രിക്ട്നെസ് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു? അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ഓക്കെ, അതായത് MTP ആക്ട് 2017 എന്ത് ചെയ്തു? അമെന്റ്മെന്റ് കൊണ്ടുവന്നു. എന്താ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? അമെന്റ്മെന്റ് എന്ന് പറയുന്ന ഭേദഗതി. അതായത് ഒരു നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നിയമത്തിൽ, ഓക്കെ, ഒരു ആക്ടിൽ, ഒരു ലോയിൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമം എന്ത് ചെയ്തു? ഈ നിയമത്തിനെ എടുത്തു കളഞ്ഞിട്ടില്ല, ഈ ആക്ട് സ്റ്റിൽ ദേർ, പക്ഷെ അതിലെന്ത് ചെയ്തു? നമ്മൾ കുറച്ച് ചേഞ്ചസുകൾ കൊണ്ടുവന്നു കേട്ടോ. അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? ഇല്ലീഗൽ അബോർഷൻ അവോയ്ഡ് ചെയ്യാനും അതിലൂടെ ഉണ്ടാകുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി അവോയ്ഡ് ചെയ്യാനും അതിലൂടെ ഉണ്ടാകുന്ന മാത്രമേ ഉണ്ടാകുന്ന ഡെത്തോ അല്ലെങ്കിൽ ഡാമേജുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആസ് പെർ ദിസ്, ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റൊരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനിലൂടെ MTP ചെയ്യാൻ പറ്റും. സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ 2 ഗൈനക്കോളജിസ്റ്റ് സർട്ടിഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? MTP ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് ട്രൈമസ്റ്ററിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് തന്നെ ഡിസൈഡ് ചെയ്യണം. മെഡിക്കൽ ബോർഡ് തന്നെ ഡിസൈഡ് ചെയ്യണം
അത് കാരണം അതൊരു വലിയൊരു ഒരു തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഗ്രോത്ത് സംഭവിച്ച ഒരു കുട്ടിയായിരിക്കും അല്ലെ. അപ്പൊ അതിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഗൈനക്കോളജിസ്റ്റ് ഡിസൈഡ് ചെയ്താലും പോരാ, അതൊരു മെഡിക്കൽ ബോർഡ് തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കുറെ ചേഞ്ചസുകളൊക്കെ ഉണ്ട്, മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് MTP ആക്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അപ്പോ ഇതാണ് MTP യെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ക്ലിയർ ആണോ? Any confusion? Yes, sir. Any confusion? Okay. So we can go to next thing. That is okay. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് STD. എന്താണ് STD? അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഓക്കെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഓർ ആൾസോ നോൺ ആസ് VD, അതായത് വെനീറിയൽ ഡിസീസ് എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും വിളിക്കാറുണ്ട്. STI എന്ന് വിളിക്കാറുണ്ട്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിസീസസുകൾ കിട്ടുന്നത് ഏതിലൂടെയാണ്? സെക്സിലൂടെയാണ് ഈ ഡിസീസസ് കിട്ടുന്നത്. അപ്പൊ സെക്സിലൂടെ കിട്ടുന്ന ഡിസീസസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? STD അല്ലെങ്കിൽ STI അല്ലെങ്കിൽ VD അല്ലെങ്കിൽ RTI എന്ന് വിളിക്കുന്നത്. അപ്പോ ഇത് ഏറ്റവും കൂടുതൽ STD കിട്ടാൻ ചാൻസ് ഉള്ളത് ആരാന്ന് ചോദിച്ചാൽ പേടിക്കണ്ട, അത് നിങ്ങളുടെ ഏജിലുള്ളവർ തന്നെയാണ് കേട്ടോ. അതായത് ഈ പറയുന്ന അഡോളസെന്റ് അല്ലെങ്കിൽ ടീനേജ് ഏജിലുള്ള ആളുകൾ, അതായത് 50-24 ഇയർ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണ് കൂടുതൽ ആളുകളെ മീറ്റ് ചെയ്യാനും പുതിയ പുതിയ പാർട്ട്നേഴ്സിനെ മീറ്റ് ചെയ്യാനും ഡേറ്റ് ചെയ്യാനും അതിലൂടെ സെക്സ് ചെയ്യാനും അതിലൂടെ STD മേടിച്ചുകൊണ്ട് വരാനും ഒക്കെ ചാൻസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഇവരാണ് കേട്ടോ. അപ്പോ എന്താണ് ഇതിന്റെ STD വരുമ്പോൾ ഒരു ഏർലി സിംറ്റംസുകൾ ഉണ്ടാകും. ഓക്കെ, ലൈക്ക് ഇച്ചിങ് വരാം, ഫ്ലൂയിഡ് ഡിസ്ചാർജ് വരാം, സ്ലൈറ്റ് പെയിൻ വരാം. ഫോർ എക്സാമ്പിൾ വജൈനയിലൂടെ ഒക്കെ ഫ്ലൂയിഡ് ഡിസ്ചാർജ് വരാം. അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഇൻ ജനൈറ്റൽ റീജിയൻസിൽ വീക്കം ഒക്കെ വരാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഏർലി സിംറ്റംസുകൾ വരാം. പക്ഷെ ചില കേസിലാണ്, ചില ഡിസീസസിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏർലി സിംറ്റംസ് കാണിക്കാനും കുറെ കാലം എടുക്കും കേട്ടോ. അപ്പൊ അത് വേറെ ഒരു ഇതിന്റെ ഒരു ഇഷ്യൂ ആണ്. ഇനി ഇതിന്റെ ലേറ്റ് സ്റ്റേജിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഒരാൾക്ക് STD വന്നു, അയാൾ പ്രോപ്പർലി എന്ത് ചെയ്യുന്നില്ല, ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. കാരണം അയാൾക്ക് ഭയങ്കര മടി കേട്ടോ. ഇപ്പൊ സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ ഇഗ്നോറൻസ്, അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സിംറ്റംസുകളൊന്നും ഒരു പക്ഷേ തുടക്കത്തിൽ കാണിച്ചുകൊള്ളണം എന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ പേഴ്സൺ ഇത് ഇഗ്നോർ ചെയ്ത് കളയും. ഇത് പോട്ടെ ഇത് കേസ് എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്യും. അല്ലെങ്കിൽ ഒരു മടി, ഡോക്ടറെ കാണിക്കണ്ടേ. ഓക്കെ, ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടറോട് പെയിൻ ഉണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്, ഇച്ചിങ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഡോക്ടറെ കാണിക്കണ്ടേ. അപ്പൊ ഒരു മടി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ത് ചെയ്യുന്നില്ല, കൺസൾട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആയാൽ എന്ത് ചെയ്യും, ഈ ഡിസീസ് കൂടി അത് അതിന്റെ എന്ത് ചെയ്യും, അത് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോകും, അല്ലെ അതിന്റെ ലേറ്റ് സ്റ്റേജിലോട്ട് പോകും. അപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസുകൾ വരാൻ തുടങ്ങും. അപ്പൊ ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസുകൾ വരും, അബോഷൻസുകൾ ആവാം. ഓക്കെ, പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ അബോഷൻ ആവാം, സ്റ്റിൽബർത്ത്, അതായത് പ്രസവിക്കും പക്ഷെ കുട്ടിക്ക് ജീവൻ ഉണ്ടാവില്ല, എക്ടോപിക് പ്രഗ്നൻസി, ഇൻഫെർട്ടിലിറ്റി, ക്യാൻസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൾട്ടിപ്പിൾ റീജിയൻസിൽ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻസുകളും ഇഷ്യൂസുകളൊക്കെ വരുന്നു. ഇനി എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് ചോദിച്ചാൽ, നോർമൽ പ്രഗ്നൻസി വി നോ ദാറ്റ് അത് എവിടെയാണ് നടക്കുന്നത്? നോർമൽ പ്രഗ്നൻസി നടക്കുന്നത് നോർമലി എവിടെ പോയിട്ടാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്? യൂട്രസിലാണ് അല്ലെ. എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആവും, പക്ഷെ അത് യൂട്രസിലാകുന്നതിന് വരെ എവിടെയായിരിക്കും? ഫലോപ്പിയൻ ട്യൂബിലായിരിക്കും. ഓഫ് കോഴ്സ് അത് ഭയങ്കര എന്താണ് സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അതെന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അത് ഫലോപ്പിയൻ ട്യൂബ് പൊട്ടിപ്പോകും അല്ലെ. അപ്പൊ അതൊരു ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോ STD വന്നാൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഇൻഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥ വരാം. ഓക്കെ, മറ്റൊന്ന് ക്യാൻസർ വരെ വരാം കേട്ടോ, ക്യാൻസർ വരെ വരാം. അപ്പോ നമുക്ക് ഡിഫറെന്റ് STDകളെ പരിചയപ്പെടാം. ആദ്യം ഗൊണേറിയ. ആരാണ്? ഗൊണേറിയ, സിഫിലിസ്, ക്ലെമീഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, ജനൈറ്റൽ വാർട്ട്, ജനൈറ്റൽ ഹെർബ്സ്. ഓക്കെ, ഇതൊക്കെ എന്താണ്?
ക്യൂറബിൾ ആയിട്ടുള്ള കുറച്ച് STDs-കളാണ് കേട്ടോ. ഇതിൽ സോറി ക്യൂറബിൾ അല്ലാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് സെക്ഷലി കിട്ടുന്നതാണ് കേട്ടോ. ഇതൊക്കെ സെക്ഷലി കിട്ടുന്നതാണ്. ഈ പറയുന്ന ഗൊണേറിയ, സിഫിലിസ്, ക്ലമീഡിയാസ്, ട്രൈക്കോമോണിയസ്, ജനൈറ്റൽ വാർട്ട്, ജനൈറ്റൽ ഹെർപ്സ്, ഇത് സെക്സിലൂടെ കിട്ടുന്നതാണ്. ഇനി ഇതില് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് HIV ഇവർക്ക് ഒരു കോമൺ റൂട്ടാണ്. ഇവരെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ ബ്ലഡിലൂടെ കിട്ടും കേട്ടോ. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള അല്ലെങ്കിൽ HIV ഉള്ള ഒരാളുടെ ബ്ലഡ് ഒരു ഹെൽത്തി പേഴ്സൺ റിസീവ് ചെയ്താൽ അയാൾക്ക് ഈ സാധനം, ഈ ഡിസീസ് കിട്ടും. ഹെപ്പറ്റൈറ്റിസ് ബി ഓർ HIV കിട്ടും. അടുത്തത് നമ്മള് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന എയ്ഡ്സ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. എയ്ഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, HIV പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരാളാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഓക്കെ, പക്ഷെ അതിന്റെ ഇഞ്ചക്ഷൻ നീഡിൽസ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പൊ ഒരു പേഷ്യന്റിനെ ദാറ്റ് മീൻസ് ദിസ് ഇൻഫെക്റ്റഡ് പേഴ്സണിൽ യൂസ് ചെയ്ത സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഒരു ഹെൽത്തി പേഴ്സണിൽ എന്താ പറയുക സ്റ്റെറിലൈസ് ചെയ്യാതെ യൂസ് ചെയ്താൽ, ഓക്കെ, അണുവിമുക്തമാക്കാതെ യൂസ് ചെയ്താൽ അയാൾക്ക് കിട്ടും. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ യൂസ് ചെയ്ത സിറിഞ്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ യൂസ് ചെയ്താൽ അയാൾക്ക് ആ സിറിഞ്ചിലൂടെ കിട്ടും. ഇനി മദറിന് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ HIV ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കുട്ടിക്ക് കിട്ടും. ഓക്കെ, പ്രഗ്നന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ എന്താ പറയാ യൂട്രസിൽ ഇരിക്കുന്ന കുട്ടിക്ക് കിട്ടും. അപ്പോ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് HIV അപ്പാർട്ട് ഫ്രം STD അല്ലാതെ ഇങ്ങനെയും പകരാറുണ്ട് എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഓക്കെ, ഓർത്തു വെക്കുക. ഇനി ഇതിൽ STD-യില് ചില ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചികിത്സിച്ച് മാറ്റാനായിട്ട് പറ്റും. സം ആർ ക്യൂറബിൾ ബട്ട് സം ആർ നോൺ ക്യൂറബിൾ. ഓക്കെ, ഗൊണേറിയ, സിഫിലിസ്, ക്ലമീഡിയാസിസ്, ജനൈറ്റൽ വാർട്ട്, ട്രൈക്കോമോണിയാസിസ്, ഇത്രയും പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏർലി ഡിറ്റക്ഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ബട്ട് വാട്ട് അബൌട്ട് ദ ജനൈറ്റൽ ഹെർബ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV തുടങ്ങിയത് വന്നാൽ തീർന്നു എന്ന് കൂട്ടിയേക്കും കേട്ടോ. അതിനെന്തില്ല, അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോ ഈ പറഞ്ഞ മനസ്സിലായോ, ഇത്രയും പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ ജസ്റ്റ് ക്വിക്ക് ആയിട്ട് നോക്കാം. അപ്പൊ ഇത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം കേട്ടോ. ഗൊണേറിയ ഉണ്ടാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നൈസീരിയ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, പെയിൻഫുൾ യൂറിനേഷൻ ഉണ്ടാകും മെയിലാണെന്നുണ്ടെങ്കിൽ. ഫീമെയിൽ സ്റ്റെറിലിറ്റി ഉണ്ടാകും, കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ വരും, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസുകൾ വരും. ഇനി ക്ലമീഡിയാസിസ് ആണെന്നുണ്ടെങ്കിൽ ക്ലമീഡിയ, ഓക്കെ, ക്ലമീഡിയ ആണ് ക്ലമീഡിയാസിസ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ പെയിൻഫുൾ യൂറിനേഷനും പെയിൻഫുൾ ഇന്റർകോഴ്സും, പിന്നെ അതേപോലെ തന്നെ മ്യൂക്കസ് ഡിസ്ചാർജും ഒക്കെ ഉണ്ടാകും. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാകും, എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകും, സ്റ്റെറിലിറ്റി ഉണ്ടാകും. അതേപോലെ തന്നെ അടുത്തത് സിഫിലിസ് ഉണ്ടാക്കുന്നത് ട്രിപ്പോണിമ പെല്ലിഡം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ട്രിപ്പോണിമ പെല്ലിഡം. ഓക്കെ, അപ്പോ ഇത് ഇനീഷ്യലി അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒന്നും കാണിക്കണമെന്നില്ല. ജനൈറ്റൽ ഏജൻസിലോ മൗത്തിലൊക്കെ കുറച്ച് സോഴ്സുകളൊക്കെ കാണാം. വേണമെങ്കിൽ സം ഇയേഴ്സുകൾ ചിലപ്പോൾ കാര്യമായിട്ട് സിംറ്റംസുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് ഇത് എന്ത് ചെയ്യും, ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഇത് ലൈക്ക് ഹാർട്ട്, ബ്രെയിൻ ഒക്കെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മിസ്കാരേജ്, പ്രിമച്ചർ ഡെത്ത്, എന്താ പറയാ ബർത്ത് ഡിഫക്റ്റുകൾ. ഫീമെയിൽ ആണ്, അവർക്ക് കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡിഫക്റ്റുകൾ വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അതാണ് മറ്റൊന്ന് കേട്ടോ. ഇനി അടുത്തത് ട്രൈക്കോമോണിയാസിസ് വജൈനാലിസിസ് എന്ന് പറയുന്ന പ്രോട്ടോസോവനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡിസ്ചാർജ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്വെല്ലിങ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതാണ് ജനൈറ്റൽ വാർട്ട് ഉണ്ടാക്കുന്നത്. അത് ജനൈറ്റൽ ഓർഗൻസിൽ വാർട്ടുകൾ ഉണ്ടാക്കും കേട്ടോ, വാർട്ടുകൾ ഉണ്ടാക്കും. ഇനി വാർട്ടുകൾ ഉണ്ടാക്കും കേട്ടോ, വാർട്ടുകൾ, ഈ അരിമ്പാറ പോലെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോ അടുത്തതാണ് നമ്മൾക്ക് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റാത്ത നോൺ ക്യൂറബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഹെർപ്സ് സിംപ്ലെക്സ് വൈറസ് ആണ് ജനൈറ്റൽ ഹെർപ്സ് ഉണ്ടാക്കുന്നത്. ഇത് സെർവിക്കൽ ക്യാൻസർ വരെ ഉണ്ടാക്കാം. ദാറ്റ് മീൻസ് വിച്ച് ഈസ് എ ഓങ്കോജനിക് വൈറസ്. ഓങ്കോജനിക് വൈറസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻസറിനെ ജനിപ്പിക്കുന്ന, ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസ്. അപ്പോൾ ഇതൊരു ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ പഠിച്ചു. സംടൈം എന്ത് ചെയ്യുന്നുണ്ട്, സം STDs കോസ് ക്യാൻസർ ഓൾസോ അല്ലെ. അപ്പൊ ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇത് നമുക്കറിയാം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിനൊക്കെ അഫക്ട് ചെയ്യുന്ന മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാക്കുന്നതാണ്. HIV എന്ന് പറഞ്ഞാൽ നമുക്ക് HIV പറ്റി പഠിക്കാനായിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഭാഗമുണ്ട് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ ഇത്രയും ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഇതിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇത് ക്ലിയർ ആണോ? Yes or no? Yes or no? Yes, sir. Okay.
അപ്പോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അതായത് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആണ് ഇനി ആർക്കെങ്കിലും കുട്ടികളില്ല, ഓക്കെ, കുട്ടികൾ ഉണ്ടാവുന്നില്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിരാശപ്പെടേണ്ട. നമ്മളുടെ ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് എന്തായി, ഒരുപാട് അഡ്വാൻസ്ഡ് ആയി, ഒരുപാട് മുന്നോട്ട് പോയി. അപ്പൊ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ ഓപ്ഷൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോ സപ്പോസ് ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്കൊന്നും കുട്ടികളില്ല, അതിന്റെ അർത്ഥം കുട്ടികളില്ലാത്തവരെല്ലാം ഇൻഫെർട്ടൈൽ ആണ് എന്നാണോ? നിങ്ങൾ ഇൻഫെർട്ടൈൽ ആണ് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഇൻഫെർട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? സപ്പോസ് ഒരു കപ്പിൾ, ഓക്കെ, they have 2 years of unprotected sexual cohabitation. That means അവർ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, യാതൊരുവിധ കോൺട്രസെപ്റ്റീവ്സുകളും യൂസ് ചെയ്യാതെ, ഗർഭനിരോധന മാർഗങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഡെയിലി സെക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് 2 years ആയിട്ടും എന്തില്ല, അവർക്ക് കുട്ടികളില്ല. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് എന്തായിരിക്കും, ഇൻഫെർട്ടൈൽ ആയിരിക്കും. എന്നിട്ട് കുട്ടികൾ 2 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാരോട് പോയി ചോദിക്കാൻ നിൽക്കരുത്. അവരൊരു പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടാവും, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അരി മേടിച്ച് കൂട്ടരുത് കേട്ടോ. അപ്പൊ ഇൻഫെർട്ടിലിറ്റി is clinically defined as the inability to conceive or produce children despite 2 years of unprotected sexual cohabitation. 2 years ആയിട്ട് unprotected sexual cohabitation ഉണ്ട്, ബട്ട് സ്റ്റിൽ കുട്ടികളാകുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർക്ക് എന്തുണ്ടാകാം, ഒരുപക്ഷെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം. അപ്പൊ ഇൻഫെർട്ടിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിരാശപ്പെടേണ്ട. അതിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജീസുകളുണ്ട്. അതാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ആർട്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF. ഓക്കെ, IVF ക്ലിനിക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, റോഡ് സൈഡിലൊക്കെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ. IVF ക്ലിനിക്ക് എന്ന് പറയുന്നത് ഗിഫ്റ്റ്, ഗാമറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അപ്പൊ ഇത്രയും പേരെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, AI. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും ഇൻവിവോ ഫെർട്ടിലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻവിവോ എന്ന് പറഞ്ഞാൽ ബോഡിക്കകത്ത് വെച്ച് നടക്കുന്ന ഫെർട്ടിലൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻവിവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻവിവോ ഫെർട്ടിലൈസേഷൻ? ഗാമേറ്റിന്റെ ഫ്യൂഷൻ നടക്കുന്നത് വിത്തിൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഫീമെയിൽ ബോഡിക്കുള്ളിൽ വെച്ചിട്ടാണ്, ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അതിനെയാണ് ഇൻവിവോ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഇൻവിവോ ഫെർട്ടിലൈസേഷൻ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗിഫ്റ്റ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഗിഫ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇതൊക്കെ ഏതിൽ പെടുന്നതാണ്? ഈ പറഞ്ഞ ഇൻവിവോ ഫെർട്ടിലൈസേഷനിൽ പെടുന്നതാണ്. ഇനി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഔട്ട്സൈഡ് ദ ബോഡിയാണ്. എവിടെയാണ്? ബോഡിക്ക് പുറത്താണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിനെയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് IVF പ്രോഗ്രാം നമ്മൾ പഠിക്കും കേട്ടോ, സിറ്റ് ഒക്കെ പഠിക്കും. അതേപോലെ തന്നെ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ഇതൊക്കെ നമ്മൾ ഏതിൽ പെടുന്നതാണ്? IVF-ല്, അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ പെടുന്നതാണ്. അപ്പോ ഇവിടെ നടക്കുന്നത് സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് ബോഡിക്കകത്ത് വെച്ചല്ല, പകരം ബോഡിക്ക് പുറത്ത് വെച്ചാണ്. ദാറ്റ് മീൻസ് ലബോറട്ടറിയിൽ വെച്ചിട്ടാണ്, അതായത് ലാബിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് IVF-ല് അതായത് അല്ലെങ്കിൽ ഇതിന് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് നിങ്ങൾ കേട്ടുന്നതാണ്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം അല്ലെങ്കിൽ IVF എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മെയിലിന്റെ കയ്യിൽ നിന്നും നമ്മൾ സ്പേം എടുക്കുന്നു, ഫീമെയിലിന്റെ കയ്യിൽ നിന്നും എഗ്ഗും എടുക്കുന്നു. ഓക്കെ, അപ്പോ ദിസ് മെയിൽ മേ ബി ഹസ്ബൻഡ് ആകാം അല്ലെങ്കിൽ ഡോണർ ആകാം, ഫീമെയില് വൈഫ് ആകാം അല്ലെങ്കിൽ ഡോണർ ആകാം. ഓക്കെ, എല്ലാവരും മാരീഡ് ആകണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോ വൈഫിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡോണറുടെ കയ്യിൽ നിന്ന് എഗ് എടുക്കുന്നു, ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നും സ്പേം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡോണറുടെ കയ്യിൽ നിന്നും സ്പേം ആദ്യം കളക്ട് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലബോറട്ടറി കണ്ടീഷൻ, ലബോറട്ടറിയിലുള്ള ഒരു സിമുലേറ്റഡ് കണ്ടീഷൻ, അതായത് ഫെർട്ടിലൈസേഷന് പറ്റിയ ഒരു കണ്ടീഷൻ നമ്മൾ ലബോറട്ടറിയിൽ സെറ്റ് ചെയ്യും. അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ഈ സ്പേമിനെയും ഓവത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്യൂസ് ചെയ്യിപ്പിക്കും, അതായത് ഫെർട്ടിലൈസേഷൻ നടത്തും. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടത്തി അതിനെന്താക്കി മാറ്റും, സൈഗോട്ട് ആക്കി മാറ്റും. ഓക്കെ, സൈഗോട്ട് ആക്കി മാറ്റിയതിനു ശേഷം അല്ലെങ്കിൽ അതിനെ എംബ്രിയോ ആക്കി മാറ്റിയതിനു ശേഷം ഇനി അടുത്ത പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ, അതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഫസ്റ്റ് നമ്മള് മെയിലിന്റെ കയ്യിൽ നിന്ന് സ്പേം എടുക്കുന്നു, ഫീമെയിലിന്റെ കയ്യിൽ നിന്നും എഗ് അല്ലെങ്കിൽ ഓവം എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലാബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾക്ക് 2 ഓപ്ഷൻസുകളുണ്ട്. ഒന്നാണ് സിഫ്റ്റ്. എന്താ സിഫ്റ്റ്? സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ സിഫ്റ്റിന്റെ ഫുൾ ഫോം സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഏതൊരു കുട്ടിക്കും ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്. എന്താ സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ സൈഗോട്ട് എന്ന് പറയുന്നത് എന്താണ്? സൈഗോട്ട് അല്ലെങ്കിൽ ഒരു ഏർലി എംബ്രിയോ വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമിയസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഉള്ള ഈ ഡോട്ടർ സെൽസിനെയാണ് ബ്ലാസ്റ്റോമിയസ് എന്ന് വിളിക്കുന്നത്, അല്ലെ? എംബ്രിയോക്കുള്ളിലുള്ള ഡോട്ടർ സെൽസിനെയാണ് ബ്ലാസ്റ്റോമിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു 8 ബ്ലാസ്റ്റോമിയർ വരെ എത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ സൈഗോട്ട് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നാച്ചുറലി അതിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് സ്പേമിന് എടുക്കുന്നു, എഗിന് എടുക്കുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, അല്ലെ? ഇനി അതിനുശേഷം ഫെർട്ടിലൈസേഷൻ നടന്നാൽ അതെന്താകും? അത് സൈഗോട്ട് ആകും. അപ്പൊ സൈഗോട്ടിന് നമുക്ക് എങ്ങോട്ടേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? സൈഗോട്ടിന്റെ പൊസിഷൻ എവിടെയാ? അത് ഫലോപ്പിയൻ ട്യൂബിലാണ് നാച്ചുറലി ഉണ്ടാവാറ്, അല്ലെ? അപ്പൊ അതിന് ഫലോപ്പിയൻ ട്യൂബിലോട്ടേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിഫ്റ്റ് അല്ലെങ്കിൽ സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോ സൈഗോട്ട് ഇനി സപ്പോസ് ഫെർട്ടിലൈസേഷൻ നടന്നു, സൈഗോട്ടിന്റെ അപ്പുറത്തോട്ട് പോയി. ദാറ്റ് മീൻസ് അത് ഒരു 8 ബ്ലാസ്റ്റോമിയർ വരെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിൽ ഫലോപ്പിയൻ ട്യൂബിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അവിടെയാണ് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോ സൈഗോട്ട് ഓർ ഏർലി എംബ്രിയോ വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമിയർ. ഓക്കെ, ആ ഒരു കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതിനെയാണ് സിഫ്റ്റ് അല്ലെങ്കിൽ സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്തതാണ്, ഇനി മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ആയാലോ? മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ആയാൽ പിന്നെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് വെച്ചിട്ട് കാര്യമില്ല. കാരണം അതിന്റെ പൊസിഷൻ നാച്ചുറലി എവിടെയായിരിക്കും ഉണ്ടാവുക? യൂട്രസിലാണ് ഉണ്ടാവുക. അപ്പൊ അതിനെ ഇനി യൂട്രസിലോട്ടേ പ്ലേസ് ചെയ്യാൻ പറ്റൂ. അപ്പോ ഇനി ഈ പറയുന്ന എംബ്രിയോയുടെ കണ്ടീഷൻ മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ആയാൽ പിന്നെ നമുക്ക് സിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തേ ചെയ്യാൻ പറ്റൂ? IUT ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ യൂട്രസിലോട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഓക്കെ, ഇനി ഒരു കാര്യം ഓർക്കുക, ഈ എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഉണ്ടായ എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ട് അത് ഒരു ലാബിൽ തന്നെ ഉണ്ടാകണമെന്നൊന്നുമില്ല. ഒരു വേറൊരു ഫീമെയിലിന്റെ ബോഡിക്കുള്ളിലും ഇതേ സംഭവം നടത്താം. അതായത് ഇൻവിവോ ഫെർട്ടിലൈസേഷനിലൂടെ ഫോം ചെയ്ത എംബ്രിയോയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അടുത്തതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗിഫ്റ്റ്. ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ല നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ദിസ് ഈസ് ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. പേരിൽ തന്നെ ഉണ്ട്, ഗാമേറ്റിനെയാണ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഗാമേറ്റിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെ? അപ്പോ എഗ്ഗിനെ, അതേപോലെ തന്നെ എഗ്ഗിനെയും സ്പേമിനെയും നമ്മൾ കളക്ട് ചെയ്തിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഈ പറഞ്ഞ ഫലോപ്പിയൻ ട്യൂബിലോട്ട്. ഒരു ഫീമെയിലിന്റെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എഗ്ഗ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് എഗ്ഗ് അല്ലെങ്കിൽ ഓവം ഫോം ചെയ്യുന്നില്ല, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ, സപ്പോസ് ഒരു ലേഡി, അവർക്ക് എന്തില്ല? അവരുടെ ഓവറിൽ ഓവം പ്രൊഡ്യൂസ് ആകുന്നില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് എന്ത് വേണം? ഒരു അമ്മയാകണം എന്നൊരാഗ്രഹം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോണറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹെൽത്തി ഡോണറുടെ കയ്യിൽ നിന്നും ഓവത്തിനെ കളക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫലോപ്പിയൻ ട്യൂബിലോട്ട് സർജിക്കലി എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ കത്തീറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഫലോപ്പിയൻ ട്യൂബിലോട്ട് എഗ്ഗിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എഗ്ഗിനെ മാത്രം ട്രാൻസ്ഫർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, സ്പേമിനെയും ട്രാൻസ്ഫർ ചെയ്യും. അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. ഇവിടെ ഫെർട്ടിലൈസേഷൻ ബിറ്റ്വീൻ ദി സ്പേം ആൻഡ് ദിസ് എഗ്ഗ് അത് എവിടെയാണ് നടക്കുന്നത്? ഫീമെയിൽ ബോഡിക്കുള്ളിലല്ലേ. അപ്പൊ ഇതൊരു ഇൻവിവോ ഫെർട്ടിലൈസേഷൻ കൂടിയാണ് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ ആണ്? ഗിഫ്റ്റ് ക്ലിയർ ആണോ? ഗിഫ്റ്റ് പേരിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ഈസിയാണ്, പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. അടുത്തതാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇതും അഗൈൻ പേരിൽ തന്നെ ഉണ്ട്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഓക്കെ, അതായത് സംടൈംസ് സ്പേം വളരെ വീക്കാണ്, സ്പേം അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റൂ? പിന്നെ ഈ പറയുന്ന സ്പേമിനെ ഡയറക്റ്റ്ലി ഈ പറയുന്ന ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലോട്ട് ഇഞ്ചക്ട് ചെയ്യാനേ പറ്റൂ. അപ്പൊ ഇതെന്തായാലും ഫീമെയിൽ ബോഡിക്കുള്ളിൽ വെച്ചല്ല നടക്കുന്നത്, ഇത് ലാബിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ ഇതൊരു ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണ് കേട്ടോ. ഇനി
അടുത്തത് ഈ സ്പേമിനെ ഈ പറയുന്ന ഓവത്തിന്റെ അല്ലെങ്കിൽ എഗിന്റെ സൈറ്റോപ്ലാസത്തിലോട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്യണം, ഡയറക്ട്ലി ഇൻജെക്റ്റഡ്, ഓക്കെ, ഇൻ ടു ദ സെന്റർ ഓഫ് ദ ഓവം. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യണം അല്ലെ, ഫോഴ്സ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തുകയാണ്. ഫെർട്ടിലൈസേഷൻ നടന്നാൽ പിന്നെ എംബ്രിയോ ആകും, അല്ലെങ്കിൽ സൈഗോട്ട് ആകും, അല്ലെങ്കിൽ എംബ്രിയോ ആകും. അപ്പൊ നമുക്ക് അതിനുശേഷം ഒന്നെങ്കിൽ നമുക്ക് സിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് IVF ആണ്, ഇതൊരു IVF ആണ്. സ്പേം ഈസ് വെരി വീക്ക്, സ്പേം വളരെ വീക്കാണ്. അതായത് സ്പേമിനെയും എഗിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നാച്ചുറലി ഫെർട്ടിലൈസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഒരു സിറിഞ്ച് എടുത്ത് കുട്ടിയെ കയറ്റി കളയും കേട്ടോ ഇതിനകത്തോട്ട്. എന്നിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷൻ നടത്തും. ക്ലിയർ ആണ്? ഇതാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ. ഓക്കെ, അടുത്തതാണ് എന്ത്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. എന്താ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ? ഓക്കെ, AI നിങ്ങൾ കാണുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിചാരിക്കരുത്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ആ AI ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ ഇവിടെ സപ്പോസ് ഒരു മെയിൽ പാർട്ണർക്ക് എന്ത്, സ്പേം കൗണ്ട് വളരെ കുറവാണ്, സ്പേമിന്റെ കൗണ്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ മെയിൽ പാർട്ണർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇജാക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസെമിനേറ്റ് ചെയ്യാനോ എന്തോ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് കേട്ടോ. ഇൻസെമിനേറ്റ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ട്, സംതിങ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ സ്പേമിന്റെ കൗണ്ട് വളരെ കുറവാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മെയിൽ പാർട്ണറുടെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സെമനെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ സെമനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് റിലീസ് ചെയ്യുന്നു. അതായത് വജൈനയിലോട്ട് റിലീസ് ചെയ്യാം, അതാണ് സാധാരണയുള്ള ഒരു AI. അല്ല എന്നുണ്ടെങ്കിൽ യൂട്രസിലോട്ട് ഡയറക്റ്റ്ലി റിലീസ് ചെയ്യാം. അപ്പൊ അത് കുറെ കൂടി എന്താകും, സ്പേംസിന് കുറെ കൂടി ഫാസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാകും ഫെർട്ടിലൈസേഷൻ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, യൂട്രസിലോട്ട് ഡയറക്റ്റ്ലി റിലീസ് ചെയ്യുന്നു. യൂട്രസിലോട്ട് ഡയറക്റ്റ്ലി റിലീസ് ചെയ്യുകയാണ്, സ്പേമിനെ റിലീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. എന്താ, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അങ്ങനെ ആകുമ്പോൾ ഈ സെർവിക്സിലൊക്കെയുള്ള ബാക്കിയുള്ള മ്യൂക്കസും മറ്റും ആ പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇത്രയും സ്ഥലത്തുള്ള ആ ഒരു എന്താണ് പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, സ്പേമിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മെയിലിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്പേമിനെ റിലീസ് ഇൻസെമിനേഷൻ എന്തോ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ സ്പേമിന്റെ കൗണ്ട് വളരെ കുറവാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പേമിനെ എടുക്കുന്നു, എന്നിട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ വജൈനയിലോട്ട് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്രസിലോട്ട് റിലീസ് ചെയ്യും. യൂട്രസിലോട്ട് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? Yes or no? Yes, sir. Okay. അപ്പൊ നമ്മള് IVF പറഞ്ഞു. IVF ലാബിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിലുള്ള നമുക്ക് രണ്ട് മെത്തേഡുകളാണ്. ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ഇൻ ലാബ് നമുക്ക് ഒന്നെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഗിഫ്റ്റ്, അല്ലെങ്കിൽ യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, എന്താണ് IUT അല്ല ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സപ്പോസ് ഒരു ലേഡിക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡോണറുടെ കയ്യിൽ നിന്നും ഓവത്തിനെ കളക്ട് ചെയ്യുന്നു, ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ എന്താണ്, മെയിലിന് കാര്യമായിട്ട് ഇഷ്യൂ ഉണ്ട്, മെയിലിന്റെ സ്പേം അത്ര പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പേമിനെ എടുക്കുന്നു, ഡയറക്റ്റ്ലി ഓവത്തിന്റെ ഉള്ളിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നു കേട്ടോ. ഇനി അടുത്തതാണ് എന്ത്, AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഒരു ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇതെന്ത് ചെയ്യുന്നു, സ്പേമിനെ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, വജൈനയിലോട്ട് അല്ലെങ്കിൽ യൂട്രസിലോട്ട് ഡയറക്റ്റ്ലി റിലീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ്